12:35 ആയിട്ടുണ്ട്. നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു. വോളണ്ടിയേഴ്സ് ജോയിൻ ആയിക്കൊണ്ടിരിക്കും. സർ ഓക്കെ അല്ലേ? നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്തോടെ? സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. സെക്കൻഡ്സ് ആരെങ്കിലൊക്കെ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഉണ്ടാവും എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്കൊരു 5 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാം. കുഴപ്പമില്ല, അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ. ഇല്ലെങ്കിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് സാറിന് കുറെ കാര്യങ്ങൾ പറയാനൊക്കെ ഉണ്ടാവില്ല, അപ്പൊ ടൈമിന്റെ ആ ഒരു പ്രശ്നം വരുമെന്നല്ലേ. ഓക്കെ, നമുക്ക് എന്തായാലും ഇൻട്രോ എന്നുള്ള രീതിയിൽ തുടങ്ങാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ലൊരു വൈകുന്നേരം ആശംസിക്കുകയാണ്. നമ്മുടെ TGFന്റെ ലിസണിങ് കമ്മ്യൂണിറ്റി മെന്റൽ ഹെൽത്തിനെയും അതുപോലെ തന്നെ ആക്റ്റീവ് ലിസണിങ്ങിനെയും വോളണ്ടിയേഴ്സിന്റെ ഇടയിലേക്ക് പ്രൊമോട്ട് ചെയ്യുക, വോളണ്ടിയേഴ്സിനെ ആക്റ്റീവ് ലിസണേഴ്സ് ആക്കി മാറ്റുക എന്ന രീതിയിലാണ് TGFലെ ലിസണിങ് കമ്മ്യൂണിറ്റി പ്രവർത്തിച്ചു വരുന്നത്. മറ്റെല്ലാ കമ്മ്യൂണിറ്റികളെയും പോലെ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പം ഹലോ, സൈഫുനിസ സംസാരിക്കുന്നുണ്ടോ? വോയിസ് ക്ലിയർ അല്ല. സോഷ്യൽ ഓൺടർപ്രീനേഴ്സിന് അതുപോലെ തന്നെ ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് TGF എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ പ്രവർത്തിച്ചു വരുന്നത്. സോ നമ്മൾ ഈ മെന്റൽ ഹെൽത്ത് ഡേയുടെ ഭാഗമായിട്ട് ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ച ടോപ്പിക് എന്ന് വെച്ചാൽ മെന്റൽ ഹെൽത്ത് ഓഫ് വോളണ്ടിയേഴ്സ് ആണ്. സോ വോളണ്ടിയറിങ് ഇഷ്ടപ്പെട്ടും അതുപോലെ തന്നെ വോളണ്ടിയറിങ്ങിൽ എത്തിയിട്ട് അതിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയവരൊക്കെയാണ് നമ്മളിലുള്ള മിക്ക വോളണ്ടിയേഴ്സും. വോളണ്ടിയറിങ് തരുന്ന ഒരു സന്തോഷം, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, ആ ഒരു ഹാപ്പിനെസ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വോളണ്ടിയറിങ്ങിൽ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയാ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക. സോ ഈ ഒരു വോളണ്ടിയറിങ് ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോഴും അതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് ചെറിയ രീതിയിലുള്ള മെന്റൽ സ്ട്രെസ്സും അതുപോലെ തന്നെ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഫേസ് ചെയ്തവരാവാം നമ്മുടെ വോളണ്ടിയേഴ്സ് ഒക്കെ. കാരണം ഈ ഒരു 7 to 8 month ഒക്കെ കോവിഡ് വോളണ്ടിയറിങ് ഒക്കെ ചെയ്ത ഓരോ വോളണ്ടിയേഴ്സിന്റെയും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും കേൾക്കാൻ പറ്റിയിട്ടുണ്ട്. സോ ഈ ഒരു മെന്റൽ ഹെൽത്ത് ഡേയുടെ ഭാഗമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് തന്നെയാണ്. സോ നമുക്ക് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളോട് സംസാരിക്കാനായിട്ട് ഇവിടെ നമുക്ക് ഗസ്റ്റ് വന്നിട്ടുണ്ട്. ഷെഫീഖ് പാലത്തായി, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്, ഡയറക്ടർ ഓഫ് മൈൻഡ് പ്ലസ് സൈക്കോളജിക്കൽ സർവീസ്. അപ്പം അദ്ദേഹത്തെ ഞാൻ ഈ ഒരു പ്രോഗ്രാമിലേക്ക് TGF ലിസണിങ് കമ്മ്യൂണിറ്റിയുടെ ഭാഗത്തുനിന്ന് ഹാർദവമായി സ്വാഗതം ചെയ്യാണ്. അതുപോലെ നമുക്കിവിടെ എത്തിയിട്ടുള്ള എല്ലാ ഗുൽമോഹർ മൊട്ടുകളെയും ഈ ഒരു സെഷനിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സർ, ഓവർ ടു യു. ശരി, എന്റെ വോയിസ് ക്ലിയർ ആണല്ലോ സൈഫുനിസ? അതെ അതെ, ക്ലിയർ ആണ് സർ. ശരി, എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ മെമ്പേഴ്സിനോടും എല്ലാ പാർട്ടിസിപ്പൻസിനോടും ഞാൻ ഒരുപാടൊന്നും നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല. ഒരു 3/4 മണിക്കൂർ കുറച്ച് കാര്യങ്ങൾ പറയാന്ന് വിചാരിക്കുന്നു. ഈ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ച സമയത്ത് വളണ്ടിയേഴ്സിന്റെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്ന ടോപ്പിക് പറഞ്ഞപ്പോ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്ത് പറയണമെന്ന് ആലോചിച്ച് കുറെ ആലോചിച്ചു. അപ്പോഴാണ് എൻ്റെ കോണ്ടാക്ട് ലിസ്റ്റിൽ കുറച്ചധികം കാലമായിട്ട് വളണ്ടിയർ ആയിട്ട് സേവനം അനുഷ്ഠിക്കുന്ന പ്രധാനപ്പെട്ട 3 ആൾക്കാരെ എനിക്ക് മനസ്സിലേക്ക് വന്നു. അപ്പൊ അവരെ ഞാൻ വിളിച്ചു, കാരണം എനിക്ക് ക്ലാസ് എടുക്കണമല്ലോ. ഇതിനു മുന്നേ, ഇവരെ വിളിക്കുന്നതിന് മുന്നേ വളണ്ടിയേഴ്സിന്റെ മെന്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ള പഠനങ്ങളൊക്കെ തന്നെ ഞാനൊന്ന് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കി. എന്താണ് പറയുന്നത്, വളണ്ടിയേഴ്സിന് എന്തെങ്കിലും മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ, പ്രത്യേകമായിട്ട് ഇവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, അല്ലെ എന്താണ് ഇതുകൊണ്ട് മാനസികാരോഗ്യത്തിന് എങ്ങനെ ഇത് ബാധിക്കുന്നത്. അപ്പൊ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴും ഒരുപാട് പഠനങ്ങളൊക്കെ വായിച്ചപ്പോഴൊക്കെ കണ്ടൊരു കാര്യം, വളണ്ടിയറിങ് കൊണ്ടുള്ള ഒരുപാട് മെച്ചങ്ങളും ഹെൽത്ത് ബെനിഫിറ്റ്സുമാണ് എല്ലാ പഠനങ്ങളും പറയുന്നത്. വളണ്ടിയറിങ് ചെയ്യുന്നവരും ചെയ്യാത്തവരും തമ്മിലുള്ള കമ്പാരിറ്റീവ് സ്റ്റഡീസ് ഒരുപാട് വന്നിട്ടുണ്ട്, ഒരുപാട് കാണുന്നുണ്ട് സ്റ്റഡീസ്. അപ്പോ ഇവർക്കുള്ള ചലഞ്ചസ്, ഇവർക്കുള്ള ബുദ്ധിമുട്ടുകൾ നോക്കുമ്പോൾ കാര്യമായിട്ട്
വളരെ കുറച്ച് മാത്രമേ പഠനങ്ങൾ പറയുന്നുള്ളൂ. ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ നമ്മളെ നാട്ടിൽ വളണ്ടിയർ ആയിട്ട് സേവനം അനുഷ്ഠിക്കുന്നവരെ തന്നെ വിളിച്ചന്വേഷിക്കുക എന്താ ഇവർക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടോ. അങ്ങനെ ഇന്നത്തെ ക്ലാസ് കംപ്ലീറ്റ്ലി എന്റെ ഈ കഴിഞ്ഞ ഇന്നലെ വൈകുന്നേരം തൊട്ട് ഇന്ന് വരെ പിന്നെ ഞാൻ സംസാരിച്ച പ്രധാനപ്പെട്ട 3 വളണ്ടിയേഴ്സിനോട് സംസാരിച്ചതിന് കിട്ടിയ കുറച്ച് കാര്യങ്ങളും ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വായിച്ച പ്രധാനപ്പെട്ട 2 പഠനങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും വളണ്ടിയറിങ്ങും മാനസികാരോഗ്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് നടന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടവും ഏറ്റവും വലിയതുമായിട്ടുള്ള 2 പഠനങ്ങളെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പൊ എന്തല്ല ചുമ്മാ കത്തിയടിക്കാൻ വേണ്ടിയിട്ടല്ല, ഒരു 3/4 മണിക്കൂർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഇൻഫർമേഷൻ, കാരണം നിങ്ങൾ വളണ്ടിയേഴ്സ് ആണ്, അതുകൊണ്ട് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോ എനിക്ക് കുറെ നെഗറ്റീവ് പാർട്സ് പറയാനുണ്ട്, അത് കുറച്ച് കഴിഞ്ഞിട്ടാവും. അപ്പൊ തുടക്കം തന്നെ ഒരു പോസിറ്റീവ് സാധനം വെച്ചിട്ട് തുടങ്ങാം. അപ്പൊ ഈ വിളിച്ച 3 ആൾക്കാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, പഠനങ്ങൾ കണ്ടപ്പോ പ്രധാനപ്പെട്ട 2 പഠനങ്ങൾ ശ്രദ്ധിച്ചപ്പോ എനിക്ക് മനസ്സിലായ ഒരു കാര്യം കംപ്ലീറ്റ് പോസിറ്റീവ് ആണ് പറയുന്നത്. വളണ്ടിയേഴ്സിന് കിട്ടുന്ന ഹെൽത്ത് ബെനിഫിറ്റും അല്ലാത്ത ബെനിഫിറ്റുകളും പറ്റിയിട്ടാണ് പഠനങ്ങൾ പൂർണ്ണമായിട്ട് പറയുന്നത്. അപ്പൊ അത് വെച്ച് തുടങ്ങാന്നിരിക്കുന്നു. അപ്പൊ എന്താണ് മാനസികാരോഗ്യത്തിന്റെ പ്രാധാന്യം, വളണ്ടിയറിങ് എന്താന്നൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്ന ആൾക്കാരാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നതെന്ന് ആണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ ഒരു ക്ലാസ് സംഘടിപ്പിക്കുമ്പോൾ അതിന്റെ മുന്നേ നമ്മളൊരു ക്ലാസ് ശ്രദ്ധിക്കുന്നത് എങ്ങനെയാണ്, അതിന്റെ പ്രാധാന്യത്തിനനുസരിച്ചാണ്. എത്രത്തോളം എന്റെ ലൈഫുമായിട്ട് ഇമ്പോർട്ടന്റ് ആണ്, അല്ലെ എന്റെ ലൈഫുമായിട്ട് എത്രത്തോളം കണക്റ്റഡ് ആണെന്നുള്ളതിനനുസരിച്ചാണ്. സ്വാഭാവികമായിട്ടും മാനസികാരോഗ്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റി കാലങ്ങളായിട്ട് ആരോഗ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ ആരോഗ്യമുള്ള ഒരാളെ നിങ്ങളൊക്കെ ഒന്ന് സങ്കല്പിച്ച്, എന്റെ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും ആരോഗ്യമുള്ള ആൾക്കാരൊന്ന് സങ്കല്പിച്ചു നോക്കിയേ. ഇപ്പൊ നമ്മുടെ മനസ്സിലേക്ക് ചിലപ്പോൾ ടൊവിനോ അല്ലെങ്കിൽ പറയുമ്പോ ഒരു ശാരീരികമായിട്ട് നല്ല അതിന്റെ കാര്യം ഒന്ന് പറഞ്ഞോ? ശരി, മമ്മൂട്ടിന്റെ ലാസ്റ്റ് വന്ന പിക്ചർ ഉണ്ടല്ലോ, ജിമ്മിന്ന് എടുത്തൊരു ഫോട്ടോ, സ്പെക്സ് ഒക്കെ വെച്ചിട്ടുള്ളത്. ചിലപ്പോൾ അതൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരിക. ആരോഗ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഓവർ തടിച്ചിട്ടുമല്ല, ഓവർ മെലിഞ്ഞിട്ടുമല്ല, ഒത്ത തടിയുള്ള കുറച്ച് ജിംനാസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ആരോഗ്യമുള്ള ആളെന്ന് പറയുമ്പോൾ. ഇത് ഇത്രയും കാലമായിട്ടുള്ള നമ്മുടെ കാഴ്ചപ്പാടാണ്. പക്ഷെ ആരോഗ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് WHO ഡെഫിനിഷൻ കൃത്യമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് വരണം. കാരണം ആരോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാരീരികമായിട്ടുള്ള ആരോഗ്യം മാത്രമല്ല കേട്ടോ. അതിന്റെ കൂട്ടത്തിൽ ഡെഫിനിഷനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ശാരീരികമായിട്ടുള്ള ആരോഗ്യത്തിനോടൊപ്പം മാനസികവും സാമൂഹികവും വൈകാരികമായിട്ടുള്ള ആരോഗ്യമുള്ള ആളായിരിക്കണം, വെല്ലായിട്ടുള്ള ആളായിരിക്കണം. നമ്മൾ ശാരീരികമായിട്ട് ജിമ്മിലൊക്കെ പോകുന്ന ആള് സിനിമ നടന്ന ആത്മഹത്യ ചെയ്ത് കണ്ടിട്ടുണ്ട്. അവിടെ എന്ത് പറ്റി? നമ്മൾ ഇത്രയും കാലമായിട്ടുള്ള നമ്മളെ ആരോഗ്യത്തിനെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുണ്ടായിരുന്നു, ആരോഗ്യമുള്ള ആളെന്ന് പറയുന്നത്. ആളുടെ ആരോഗ്യം ഇവിടെ പോയി. എന്നാൽ ശാരീരികമായിട്ട് വളരെ ശോഷിച്ചിട്ടുള്ള ആൾ, അല്ലെ 2 കൈയും 2 കാലും ഇല്ലാത്ത നിക്ക് ബുജിസിക്കിനെ പോലത്തെ ആൾക്കാർ, അല്ലെ 2 കാലും ഇല്ലാത്ത എനിക്ക് പരിചയമുള്ള ഒരാളുണ്ട് വീൽ ചെയറിൽ, ഇവരൊക്കെ വളരെ ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ജീവിക്കുന്നു. അപ്പൊ ശാരീരിക ആരോഗ്യം മാത്രം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യം എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതാണ് ഈ മാനസികാരോഗ്യത്തിന്റെ പ്രാധാന്യം, ഇമ്പോർട്ടൻസ്. ഒരു ഇമ്പോർട്ടൻസ് കൂടെ ഇതിൽ സൈക്കോളജി പഠിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ കാണുന്നതിൽ പല പഠനങ്ങളും പറയുന്നുണ്ട്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഠനങ്ങൾ പറയുന്നത് നമ്മൾ കാണുന്ന 4-ൽ ഒരാൾക്ക് മാനസികമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ്. മാനസിക പ്രശ്നങ്ങൾ. ഇപ്പൊ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം തന്നെ ഒന്ന് എടുത്തു നോക്കിയേ, അതിൽ ഓരോ 4-ൽ ഒരാളും നിങ്ങൾ എടുത്തു നോക്കിയേ. അപ്പോ നമ്മൾ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ഈ വളണ്ടിയേഴ്സിനകത്ത് തന്നെ മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. അത് നമ്മൾ അങ്ങനെ തന്നെണ്ട, നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരോടൊന്നും തന്നെ നോക്കിയേ, നമ്മുടെ വീട്ടിൽ 4 പേരെങ്കിലും ചുരുങ്ങിയിട്ടുണ്ടാവില്ല, അതിൽ ഒരാളെങ്കിലും മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് എന്ന് പറയുമ്പോഴാണ് ഇതിന് ഇമ്പോർട്ടൻസ്. പണ്ടൊക്കെ ആരോഗ്യ മാസികകളും ചാനൽ ചർച്ചകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയായിരുന്നു, ആരോഗ്യം എന്ന് പറയുമ്പോൾ ഡോക്ടർമാരെ വെച്ചിട്ടല്ലേ, ആരോഗ്യ മാസികകൾ വായിക്കുമ്പോൾ ഡോക്ടർമാരെ വെച്ചിട്ടുള്ള ഏതെങ്കിലും ഡോക്ടർ ശാരീരിക അസുഖങ്ങൾ മാത്രമായിരുന്നു ചർച്ച ചെയ്തിരുന്നത്. പക്ഷെ ഇന്ന് ആരോഗ്യ മാസികകളുടെ ഒരു 100 പേജ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതിലൊരു 30 പേജ് അല്ലെ 25-30 പേജ്, പണ്ടൊക്കെ 1-2 പേജ് ആയിരുന്നു, ഇന്ന് 25-30 പേജും മാനസികാരോഗ്യത്തിനെ പറ്റിയിട്ട് ചർച്ച ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. എങ്ങനെ സന്തോഷത്തോടെ ജീവിക്കാം, സ്ട്രെസ് എങ്ങനെ കുറയ്ക്കാം, കുടുംബജീവിതം എങ്ങനെ മെച്ചപ്പെടുത്താം, സമാധാനം എങ്ങനെ ഉണ്ടാക്കാം. കാരണം മാനസികാരോഗ്യം മനുഷ്യന്റെ ജീവിതത്തിൽ വളരെയധികം ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ടെന്നുള്ള മനസ്സിലായതുകൊണ്ടാണ്. അത് തന്നെയാണ് ഈ ഒരു ടോപ്പിക്കിന്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്നത്തെ ക്ലാസ് കംപ്ലീറ്റ്ലി ഞാൻ വായിച്ചിട്ടുള്ള
വളണ്ടിയേഴ്സിന്റെ മാനസികാരോഗ്യമായിട്ട് ബന്ധപ്പെട്ടുള്ള വായിച്ച 2 റിസർച്ചിന്റെ ബേസിലും ഞാൻ സംസാരിച്ച 3 പ്രധാനപ്പെട്ട വളണ്ടിയേഴ്സിനോട് സംസാരിച്ച കിട്ടിയ അറിവിന്റെ ബേസിലുമാണ് ഞാൻ സംസാരിക്കുന്നത്. ആദ്യം ഞാൻ ആ പഠനം പറഞ്ഞു തുടങ്ങാം. എന്തായാലും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം വെച്ചിട്ട് തുടങ്ങണമല്ലോ. ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ഒരു പഠനമാണ്. ഏറ്റവും റീസെന്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ March 3 മാത്രം പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു പഠനം. ഏറ്റവും കൂടുതൽ ആൾക്കാരും ഏറ്റവും കൂടുതൽ വളണ്ടിയേഴ്സിനെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയൊരു പഠനമാണ്. 70,000-ഓളം വളണ്ടിയേഴ്സിനെ പങ്കെടുപ്പിച്ചുകൊണ്ട് 1996 മുതൽ നടന്ന ഒരു പഠനമാണിത്. വളണ്ടിയറിംഗ് ഹാബിറ്റും, വളണ്ടിയറിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ എന്താണ് വളണ്ടിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമയം ചെലവഴിക്കുക, മറ്റുള്ളവർക്കോ പിന്നെ എൻവയോൺമെന്റ് പ്രകൃതിക്കോ മറ്റുള്ളവർക്കോ ഗ്രൂപ്പിനോ വേണ്ടി നമ്മുടെ സമയം ചെലവഴിക്കുക പെയ്ഡ് അല്ലാതെ. അതിൽ നിന്ന് നമുക്കോ നമ്മുടെ കുടുംബത്തിനോ യാതൊരു ബെനിഫിറ്റ് ഉണ്ടാവില്ല എന്നുള്ളത് അറിഞ്ഞിട്ടും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ സമയം, വിലപ്പെട്ട സമയവും ഒരു പൈസയും വാങ്ങിക്കാതെ അല്ലെ യാതൊരു തരത്തിലുള്ള ബെനിഫിറ്റ് പ്രതീക്ഷിക്കാതെ ചെയ്യുന്നതിനാണ് വളണ്ടിയറിംഗ് എന്ന് പറയുന്നത്. ഈ വളണ്ടിയറിംഗ് സ്വഭാവം കാണിക്കുന്ന ആൾക്കാരും അവരുടെ മാനസികാരോഗ്യമാണ് ഈ പഠനത്തിൽ ടെസ്റ്റ് ചെയ്തത്. 70,000 ആൾക്കാരിലാണ് കേട്ടോ പഠനം നടന്നത്. ഇതിന് മനസ്സിലായ ഒരു കാര്യം, ഈ 70,000 ആൾക്കാരും മാനസികാരോഗ്യത്തിൽ വളരെ ഉയർന്നു നിൽക്കുന്നു എന്നുള്ളതാണ്. ഒന്നാമത്തെ അതിന് പഠനത്തിന് ഒരുപാട് ഫൈൻഡിങ്സ് ഉണ്ടാവും, ഓരോന്ന് ഞാൻ പറഞ്ഞുതരാം. രണ്ടാമത്തെ വളണ്ടിയറിംഗ് ചെയ്യുന്നവരും വളണ്ടിയറിംഗ് ഈ 70,000 ആൾക്കാരും ചെയ്യാത്തവരുടെയും കമ്പയർ ചെയ്യുമ്പോൾ ലൈഫ് സാറ്റിസ്ഫാക്ഷൻ, ഞാൻ ജീവിക്കുന്നത് ഇതിന്റെ ഒരു സംതൃപ്തി ഉണ്ടല്ലോ, ആ ലൈഫ് സാറ്റിസ്ഫാക്ഷനിൽ വലിയ അന്തരം കാണുന്നു. കാരണം ഇവർക്ക് ലൈഫ് സാറ്റിസ്ഫാക്ഷൻ കൂടുതലാണ്, ജീവിക്കുന്നതിനൊരു അവർ സാറ്റിസ്ഫൈഡ് ആണ്. അതിനോടൊപ്പം ഓവറോൾ ഹെൽത്ത്, ഞാൻ ഇപ്പൊ പറഞ്ഞ അവർക്ക് ശാരീരിക അസുഖങ്ങളും കുറവാണ്. ഈ 70,000 ആൾക്കാർ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ശാരീരിക അസുഖങ്ങൾ കുറവാണ്. വേറെ ബെനിഫിറ്റ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ റിപ്പോർട്ട് ചെയ്യുന്ന വേറെ ബെനിഫിറ്റുകൾ, ഇവർക്ക് ഈ വളണ്ടിയറിംഗ് മേഖലയിൽ വർക്ക് ചെയ്തതുകൊണ്ട് മാത്രം പ്രൊഫഷണൽ സ്കില്ല് കൂടി, ലീഡർഷിപ്പ് സ്കില്ല് കൂടി. അതായത് ഈ പറയുന്ന രീതിക്ക് വളണ്ടിയർ മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ട് മാത്രം അവർക്ക് എങ്ങനെ ലീഡർഷിപ്പിലേക്ക് വരണം, എങ്ങനെ ഒരു ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ എങ്ങനെ മുന്നോട്ട് നയിക്കണം, ഇങ്ങനെ കാര്യങ്ങളൊക്കെ തന്നെ അവർക്ക് കൂടുതൽ അറിവ് കിട്ടിയത് വളണ്ടിയറിംഗ് മേഖലയിലേക്ക് പോയപ്പോഴാണ്. ഇതോടൊപ്പം അപ്പൊ ഇവര് അപ്പൊ നമ്മൾ ഈ പഠനത്തിൽ പറയുന്ന വേറൊരു കാര്യം, ഇവരൊക്കെ തന്നെ സാമ്പത്തികമായിട്ട് നല്ല നിലയിലുള്ളവരാണോ? അപ്പോ ഈ 70,000 ആൾക്കാരിൽ പഠനം നടത്തിയപ്പോൾ മനസ്സിലായത്, ഇതില് ഭൂരിഭാഗം ആൾക്കാരും മിഡിൽ ക്ലാസ് സാലറി ഏർണിംഗ് ഉള്ളവരായിരുന്നു. പക്ഷെ എന്നാൽ പോലും ഹയർ ക്ലാസ് സാലറി ഏർണിംഗ് ഉള്ളവരെക്കാളും ലൈഫ് സാറ്റിസ്ഫാക്ഷൻ ഇവർ കണ്ടു എന്നുള്ളതാണ്. കാരണം ഇവർക്ക് ഈ വളണ്ടിയറിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്നത് മാത്രം ഫീലിംഗ് ഓഫ് വർത്ത്, ഞാൻ കൊള്ളാം എന്ന് പറയുന്ന ഒരു ചിന്ത ഇവർക്ക് കൂടുതലായിട്ട് കണ്ടു എന്നുള്ളതാണ് പഠനം പറയുന്നത്. അപ്പൊ ഞാൻ ഈ പഠനത്തിൽ തുടങ്ങി എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എല്ലാവരും വളണ്ടിയറിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരിൽ വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ വളണ്ടിയറിംഗിന്റെ ഇമ്പോർട്ടൻസ് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പഠനം, ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പഠനം, അത് ജേർണൽ ഓഫ് ഹാപ്പിനെസ് സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു ജേർണൽ, നിങ്ങൾക്ക് തപ്പിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതിൽ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു പഠനം, ഒന്ന് മ്യൂട്ട് ചെയ്താൽ നന്നായിരുന്നു. ഷാനില, ബാക്കിയുള്ള വോളണ്ടിയേഴ്സിനൊക്കെ ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? ശരി, സെഫലിസ കണ്ടിന്യൂ ചെയ്തോട്ടെ. കേൾക്കുന്നില്ലേ? ഓക്കെ സർ, കണ്ടിന്യൂ ചെയ്തോളൂ. ശരി, ഒരു ചെറിയൊരു സംഭവം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ പഠനത്തിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള വർത്താനൊക്കെ അവിടെ നിർത്താം. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പഠനം കൂടെ ഏറ്റവും വേൾഡ് ഫേമസ് ആയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പഠനം കൂടെ പറയുന്നത്, വളണ്ടിയറിംഗ് ചെയ്യുന്ന അല്ലെങ്കിൽ വളണ്ടിയറിംഗ് മെന്റാലിറ്റി ഉള്ള എന്ന് പറഞ്ഞാൽ ഒന്നും തിരിച്ചിങ്ങോട്ട് പ്രതീക്ഷിക്കാതെ അങ്ങോട്ടേക്ക് ചെയ്യുന്ന ആൾക്കാരില് 6 സൈക്കോളജിക്കൽ ഇമ്പാക്റ്റുകൾ ഉണ്ട്, അല്ലെങ്കിൽ 6 കാര്യത്തിൽ ഇവര് മറ്റുള്ളവരെക്കാളും ഇമ്പോർട്ടന്റ് ആണ്. ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു വെക്കണേ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയുള്ള എന്റെ ക്ലാസ് ഒക്കെ പോകുന്നതിൽ ഇത് ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. 6 കാര്യങ്ങൾ ഇവർക്ക് ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഒന്ന്, ഇവരെ സ്ട്രെസ് കുറവായിരിക്കും വൈൽ കമ്പയർ ടു അതേഴ്സ്. ഈ വളണ്ടിയറിംഗ് പ്രാക്ടീസ് ചെയ്യാത്ത, വളണ്ടിയറിംഗ് ഹാബിറ്റ് ഇല്ലാത്ത ആൾക്കാരെ കമ്പയർ ചെയ്യുമ്പോൾ ഇവർക്ക് സ്ട്രെസ് കുറവായിരിക്കും. രണ്ടാമത്തെ, ഇവരിൽ ഡിപ്രഷൻ കാണുന്നത് വളരെ കുറവാണ്. കാരണം നമുക്ക് ഇന്ന് ലോകത്തെ പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട മാനസിക രോഗം, ഏറ്റവും പ്രധാനപ്പെട്ട 2 മാനസിക രോഗങ്ങളാണ് ആങ്സൈറ്റിയും ഡിപ്രഷനും. ലോകത്ത് ഏറ്റവും കോമൺ ആയിട്ടുള്ള മാനസിക രോഗങ്ങൾ, ഏറ്റവും കൂടിയ മാനസിക പ്രശ്നം
ആങ്സൈറ്റിയും ഡിപ്രഷനുമാണ്. ഇന്ന് തന്നെ നമ്മുടെ ഗവൺമെന്റ് തന്നെ ഡിപ്രഷൻ ക്ലിനിക്കുകൾ എന്ന് പറഞ്ഞിട്ട് ഡിപ്രഷൻ ക്ലിനിക്കുകൾ സ്റ്റാർട്ട് ചെയ്തു. കാരണം WHO പറയുകയാണ് 2020 അവസാനത്തോട് കൂടിയിട്ട് പിന്നെ മനുഷ്യന്മാർ മരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഒരു കാരണമായിട്ട് ഡിപ്രഷൻ മാറിയേക്കാം. നമ്മളെല്ലാം ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന വിഷാദം എന്ന് പറയുന്ന ഒരു സാധനം നമ്മളിപ്പോ ആക്ടർക്കൊക്കെ വിഷാദം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു, മരിച്ച ആക്ടർക്കൊക്കെ. ഡിപ്രഷൻ ഈ വളണ്ടിയേഴ്സിന് കുറവായിരിക്കും എന്നുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഠനം പറയുന്നത്. ഇവരെപ്പോഴും കണക്റ്റഡ് ആയിരിക്കും ടു സംവൺ, ആരെങ്കിലും ഒക്കെ ആയിട്ട് എപ്പോഴും കണക്റ്റഡ് ആയിരിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഐസൊലേഷൻ, ഒറ്റക്കായി പോകുന്ന തോന്നൽ ഇവർക്ക് കുറവായിരിക്കും. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എപ്പോഴും സെൽഫ് എസ്റ്റീം ഇവർക്ക് കൂടുതലായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊള്ളാം എന്ന് പറയുന്ന തോന്നലാണ്. ഇതിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ ക്ലാസ് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. നാലാമത്തത് ഹാപ്പിനെസിന്റെ അളവില് ഇവർക്ക് വളരെ, നമ്മള് പിന്നെ ഓഷോ ഒക്കെ പറഞ്ഞ പോലെ അല്ല, ബുദ്ധയൊക്കെ പറഞ്ഞ പോലെ പർപ്പസ് ഓഫ് ലൈഫ് ഈസ് ടു ബി ഹാപ്പി എന്നുള്ളതാണ്. അല്ല, നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിക്കണം എന്നാണ് ഓരോ മനുഷ്യരും ആഗ്രഹിക്കുന്നത്. നമ്മൾ ഈ വളണ്ടിയറിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്നത് പോലും നമ്മുടെ ഉള്ളിൽ ഒരു ഇന്നർ പീസ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും, നമ്മുടെ ഉള്ളിൽ ഒരു ആത്മസംതൃപ്തി. അപ്പോ ഈ പറയുന്ന ഹാപ്പിനെസിന്റെ അളവ് ബാക്കിയുള്ളവരെക്കാളും കൂടുതലാണ്. ഇത് മാത്രമല്ല, അവസാനം ഒരു പർപ്പസ് ഇവർക്ക് കൂടുതലായിരിക്കും. ഈ രണ്ട് പഠനം പറഞ്ഞിട്ട് ഇതൊക്കെ ഞാൻ പറഞ്ഞത് രാവിലെ ഒന്ന് വരും എല്ലാരും ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ? ഷാനിലൊന്ന് ഇവരൊക്കെ ഒന്ന് മ്യൂട്ട് ചെയ്യോ? സോറി, മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ശരി, താങ്ക് യു. സാറ് കണ്ടിന്യൂ ചെയ്തോളൂ. ഫൈൻ ഫൈൻ ഫൈൻ. അപ്പൊ ഇതൊക്കെ ഞാൻ തുടക്കത്തിൽ പറയുന്നത് ഈ വളണ്ടിയറിംഗിന്റെ ബെനിഫിറ്റ്, ഇതൊക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും. പക്ഷെ ഇത് ഞാൻ സ്റ്റഡീസ് ചെയ്യാൻ കണ്ടപ്പോൾ പറഞ്ഞുള്ളൂ. ഇനിയിപ്പോ ഞാൻ പറഞ്ഞല്ലോ, പ്രധാനപ്പെട്ട 3 വളണ്ടിയേഴ്സിനെ വിളിച്ചിട്ട് ഞാൻ ഇന്നലെയും ഇന്നുമായിട്ട് ഞാൻ സംസാരിച്ചായിരുന്നു. ഇവർ കുറെ കാലമായിട്ട് വളണ്ടിയർ മേഖലയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇവര് ഫസ്റ്റ് പറഞ്ഞൊരു പോയിന്റ്, ഞാൻ ഇപ്പൊ പിന്നെ കുറെ വർഷങ്ങളായിട്ട് വളണ്ടിയർ മേഖലയിൽ ഒരു സംഘടനയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ വിളിച്ചു ചോദിച്ചപ്പോ, എന്താ സാധാരണ എല്ലാവർക്കും ഉള്ള പോലത്തെ മാനസിക പ്രശ്നങ്ങളൊക്കെ തന്നെ വളണ്ടിയേഴ്സിനും വരാം. ഇതായിരുന്നു ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇതിന് ശേഷം കുറെ വളണ്ടിയേഴ്സിന്റെ ഇടയ്ക്കുണ്ടാവുന്ന കുറച്ച് വളണ്ടിയേഴ്സ് അനുഭവിക്കാൻ സാധ്യതയുള്ള കുറച്ച് പ്രശ്നങ്ങൾ പറഞ്ഞു. പക്ഷെ ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്റെ വിളിച്ച 3 ആളിൽ 2 ആളും പറഞ്ഞു, അതെന്താ എല്ലാവർക്കും ഉള്ള മാനസിക പ്രശ്നങ്ങളൊക്കെ തന്നെ വളണ്ടിയേഴ്സിനും ഉണ്ട് കേട്ടോ. ഞാൻ കണ്ട വളണ്ടിയേഴ്സിനൊക്കെ എല്ലാവർക്കും ഉള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഇവർക്കുണ്ട്, മാനസിക ബുദ്ധിമുട്ടുകളും മാനസിക പ്രയാസങ്ങളും. അതുകൊണ്ട് തന്നെ അതൊന്നും എനിക്ക് തുടക്കത്തിൽ പറയണം തോന്നി. ഈ പറയുന്ന ഞാനിനി എന്റെ ക്ലാസ്സിന്റെ ഒരു ഔട്ട്ലൈൻ ഇപ്പൊ പറഞ്ഞുതരാം. കാരണം നമ്മളൊരു പുസ്തകമൊക്കെ വായിക്കുമ്പോൾ പുറം ചട്ടയില് പിന്നെ ഫസ്റ്റ് പേജ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് തുറന്നു കഴിഞ്ഞാൽ നമുക്കറിയാം എന്തൊക്കെ ഈ പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഉണ്ടാവും. അതുപോലെ ഇന്നത്തെ ക്ലാസ്സിന്റെ ഒരു ഔട്ട്ലൈൻ ഞാനിപ്പോ പറഞ്ഞുതരാം. ഒന്ന്, നമ്മുടെ കൂട്ടത്തിൽ ഈ വളണ്ടിയേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാൻ പോകുന്ന, അല്ല വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ ആർക്കൊക്കെ മാനസികാരോഗ്യം കുറഞ്ഞവരുണ്ട്, ഫസ്റ്റ് അത് ഐഡന്റിഫൈ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സൊസൈറ്റിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളില് ഓക്കെ ആണോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യണം, ടെസ്റ്റ് ചെയ്യണം. അതിലുള്ള പ്രധാനപ്പെട്ട കുറച്ച് ലക്ഷണങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോ ഞാനിപ്പോ പറയാൻ പോകുന്ന ലക്ഷണങ്ങളില് ഈ ലക്ഷണങ്ങളൊക്കെ തന്നെയും മാനസികാരോഗ്യം കുറഞ്ഞ ആൾക്കാരുടെ ലക്ഷണങ്ങളാണ്. ഇത് നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളത് ഫസ്റ്റ് ചെക്ക് ചെയ്യണം. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം. രണ്ടാമത്തെ, അഥവാ മാനസികാരോഗ്യം കുറവാണെങ്കിൽ, ഞാനിപ്പോ പറഞ്ഞ പോലെ ഉണ്ട്, ഇനി അഥവാ ഇപ്പൊ മാനസികാരോഗ്യം ഉണ്ട്, ഇനിയിപ്പൊ ഞാൻ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഭാവിയിൽ വരികയാണ്, അല്ല മാനസികാരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം, അതാണ് എന്റെ രണ്ടാമത്തെ പോയിന്റ്. എങ്ങനെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താം. മൂന്നാമത്തെ, സ്വാഭാവികമായിട്ടും നിങ്ങൾ വളണ്ടിയറിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ, ഇനി അല്ലെങ്കിലും പേഴ്സണൽ ലൈഫിലാണെങ്കിലും സ്ട്രെസ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവും. സ്ട്രെസ് എന്ന് പറയുന്ന സാധനം പ്രധാനമായിട്ട് 2 ആണ്. ഒന്ന്, നമ്മൾ വിചാരിക്കാത്ത രീതിക്കുള്ള കാര്യങ്ങൾ നടക്കുക. ഞാൻ ഇങ്ങനെ ഒന്നും വിചാരിച്ചില്ല നടക്കുന്നു, വിചാരിക്കാത്ത കാര്യങ്ങൾ നടക്കുന്നത് സ്ട്രെസ്സാണ്. അല്ലെ നമ്മൾ വിചാരിച്ച പോലെ നടക്കാണ്ടിരിക്കുന്നതും, ഞാൻ ബസ് കിട്ടുമെന്ന് വിചാരിച്ചു കിട്ടിയില്ല, ട്രെയിൻ കിട്ടുമെന്ന് വിചാരിച്ചു കിട്ടിയില്ല, വിചാരിച്ച പോലെ നടക്കാതിരിക്കുന്നതും, ഞാൻ വിചാരിക്കാത്ത കാര്യങ്ങൾ. കൊറോണ സ്ട്രെസ്സാണ്. എങ്ങനെ സ്ട്രെസ്സായി? ഞാൻ ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ സ്ട്രെസ്സിനെ എങ്ങനെ മാനേജ് ചെയ്യും? നിങ്ങൾ കറക്റ്റ് ആയിട്ടാണോ മാനേജ് ചെയ്യുന്നത്? അത് വളണ്ടിയേഴ്സ് എന്നുള്ള ആൾക്ക് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം, നിങ്ങളുടെ മാനസികാരോഗ്യത്തിന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. അവസാനമായിട്ട്
വളണ്ടിയേഴ്സ് പ്രധാനമായിട്ട് അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെ തരണം ചെയ്യാം. ഇതാണ് കേട്ടോ എൻ്റെ ഒരു ക്ലാസിന്റെ ഒരു ഔട്ട്ലൈൻ. എനിക്ക് 35 മിനിറ്റ് ഉണ്ട്, അതിനുള്ളിൽ ഞാൻ പരമാവധി പറയാൻ വേണ്ടി ട്രൈ ചെയ്യാം. ഒന്നാമത്തത്, മാനസികാരോഗ്യം കുറഞ്ഞ ആൾക്കാരുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് സ്പീഡ് പറയാം. ഏതൊരു മാനസിക പ്രശ്നം ആയിക്കോട്ടെ, അത് നമ്മുടെ കുടുംബ പ്രശ്നം ആയിക്കോട്ടെ, പരീക്ഷയ്ക്ക് തോക്കലായിക്കോട്ടെ, നമ്മള് ആരെങ്കിലും ചീത്ത പറയുന്നതായിക്കോട്ടെ, എന്തും, ജോലി നഷ്ടപ്പെടലായിക്കോട്ടെ, മാനസിക പ്രശ്നം ഏതും ആദ്യം ബാധിക്കുക 2 കാര്യങ്ങൾക്കാണ്. ഒന്ന്, നിങ്ങളുടെ ഉറക്ക്. നിങ്ങൾ ഉറക്ക് പ്രോപ്പറായിട്ട് നല്ലപോലെ ഉറക്ക് കിട്ടുന്നില്ല, ഉറക്ക് നിങ്ങളുടെ താളം തെറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ഉറക്ക് കൃത്യമായിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലും, സഫീഷ്യന്റ് ആയിട്ടുള്ള ഉറക്ക് കിട്ടുന്നില്ലെങ്കിലും കുറച്ച് അധികം ഉറങ്ങുക. എന്ത് പ്രശ്നം വരുമ്പോൾ, എന്ത് ടെൻഷൻ വരുമ്പോൾ കിടന്ന് ഉറങ്ങിക്കളയുക. അങ്ങനെ ഉറക്കം നിങ്ങൾക്ക് കൂടുതലാണ് അല്ലെങ്കിൽ കുറവാണ് എങ്കിൽ മാനസികാരോഗ്യം കുറവാണെന്നുള്ളതാണ്. രണ്ടാമത്തെ മാനസിക പ്രശ്നങ്ങൾ നിങ്ങളെ ബാധിക്കുന്ന രണ്ടാമത്തെ സാധനം എന്ന് പറയുന്നത് നിങ്ങളുടെ ഭക്ഷണമാണ്. നിങ്ങൾ ഭക്ഷണത്തിന് താല്പര്യം കുറവുണ്ട്, അല്ലെ വിശപ്പിൽ താല്പര്യം കുറവുണ്ട്, അല്ലെ വിശപ്പ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് മാനസികാരോഗ്യം കുറവാണെന്നുള്ളതാണ്. പിന്നെ ഇനി ഞാൻ പറയാൻ പോകുന്നത് മാനസികാരോഗ്യം കുറഞ്ഞവരുടെ അടുത്ത കുറച്ച് ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ അമിതമായിട്ടുള്ള സങ്കടം. എന്തിനാണെന്നറിയില്ല, കഴിഞ്ഞ കുറച്ചായിട്ട് അമിതമായിട്ടുള്ള സങ്കടം. അതിനോടൊപ്പം എന്താ പറയാ, ഒന്ന് ഫ്രാങ്ക് ആയിട്ട് അല്ലെങ്കിൽ നല്ല ജെന്യൂൻ ആയിട്ട് ഒന്ന് ചിരിക്കാൻ പോലും പറ്റുന്നില്ല. ആൾക്കാർ തമാശ പറഞ്ഞ ചിരിക്കാൻ പോലും അല്ല, പരമാവധി ഉൾവലിയാനൊരു തോന്നല്. അതിനോടൊപ്പം 3 ചിന്തകൾ കൂടുതലായിട്ട് വരിക. എന്നെ ഒന്നിനും കൊള്ളില്ല, ഞാൻ എന്താ ഇങ്ങനെ, വർക്ക്ലെസ്നെസ് എന്ന് പറയുന്ന തോന്നല്, എന്നെ ഒന്നിനും കൊള്ളില്ല, എനിക്ക് ആരുമില്ല, ഹെൽപ്ലെസ് എന്ന് പറയുന്ന ഒരു ചിന്ത, എന്റെ ഭാവി ഒന്നും ശരിയാവാൻ പോകുന്നില്ല. ഇങ്ങനത്തെ ചിന്തകളിലുള്ള ആരെങ്കിലും എന്റെ ഈ പാർട്ടിസിപ്പൻസിൽ ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. അല്ലെ നമ്മൾ ഇതൊക്കെ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടോ എന്ന് കൂടെ ശ്രദ്ധിക്കണം. മാനസികാരോഗ്യം കുറഞ്ഞവരുടെ ലക്ഷണങ്ങളാണ് പറയുന്നത്. ഇതുണ്ടെങ്കിൽ മാനസികാരോഗ്യം കുറവാണ്. ഇത് മാത്രമല്ല, അമിതമായ ടെൻഷൻ. ഇപ്പൊ ഒന്നും സംഭവിച്ചില്ല, സംഭവിക്കുമെന്ന് വിചാരിച്ച് ഇങ്ങനെ ടെൻഷൻ അടിക്കാം. ഞാൻ പരീക്ഷയ്ക്ക് തോക്കുമെന്ന് വിചാരിച്ചിട്ട് അടുത്ത മാസം ഞാൻ പോകുന്ന റിസൾട്ടിനെ ആലോചിച്ചിട്ട് ഇന്ന് മുതലേ ടെൻഷൻ അടിക്കാം. ആ ടെൻഷൻ കൊണ്ട് ഇന്നത്തെ എന്റെ കുടുംബജീവിതത്തിൽ നല്ലപോലെ സംസാരിക്കാൻ പറ്റുന്നില്ല, നല്ലപോലെ ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു മാസം ഇങ്ങനെ ടെൻഷൻ, സംഭവിച്ചിട്ടില്ല, സംഭവിക്കാൻ പോകുന്നതിനെ പറ്റി ആലോചിച്ച് ഇപ്പോഴേ ടെൻഷൻ അടിക്കുക. കൊറോണ വന്നിട്ടില്ല, കൊറോണ വരുമോ എന്ന് ആലോചിച്ചിട്ട് 6 മാസമായിട്ട് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ അമിതമായിട്ടുള്ള ടെൻഷൻ ഉള്ളവരുണ്ടെങ്കിൽ മാനസികാരോഗ്യം കുറഞ്ഞവരാണെന്ന് നമുക്ക് പറയാം. ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, സിഗരറ്റ് വലി, കള്ളുകൂടി, ഏത് തരത്തിലുള്ള ലഹരിയാണ് ഇത്, അത് മാനസികാരോഗ്യം കുറഞ്ഞതിന്റെ ലക്ഷണം കേട്ടോ. ജീവിതത്തിലെ യഥാർത്ഥ പ്രശ്നത്തിനെ സോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട്, ആ ഒരു ആരോഗ്യം ഇല്ലാത്തതുകൊണ്ടാണ് അവർ ഈ ലഹരി ഉപയോഗിക്കുമ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ തൽക്കാലം ഒരു സമാധാനം ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് അതില് ശരിക്കും പറഞ്ഞാൽ അവർ ഒളിച്ചോടുകയാണ്. ഇങ്ങനെ ലഹരി ഉപയോഗിക്കുന്നവർ മാനസികാരോഗ്യം കുറഞ്ഞവരാണ്. പിന്നെ അമിതമായ ദേഷ്യമുള്ളവർ, പെട്ടെന്ന് ദേഷ്യം വരുന്നവർ, പെട്ടെന്ന് റൂമിൽ കയറി വാതിലടക്കുക, പെട്ടെന്ന് ചീത്ത വിളിക്കുന്നത്, പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നുണ്ടെങ്കിൽ, അമിതമായ ദേഷ്യം ഉണ്ടെങ്കിൽ മാനസികാരോഗ്യം കുറവാന്നുള്ളതാണ്. പെട്ടെന്ന് ചെറിയൊരു സ്ട്രെസ്, ചെറിയൊരു സങ്കടം, ചെറിയൊരു വിഷമം ഉണ്ടാവുമ്പോഴും ഒരുപാട് ഡൗൺ ആയി പോയിട്ട് തിരിച്ച് വരാൻ കുറെ സമയം എടുക്കുന്നുണ്ട്. ഒരു ചെറിയൊരു നെഗറ്റീവ് സംഭവം ഉണ്ടാകുമ്പോഴത്തേക്ക് തന്നെ കുറെ സമയം നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സങ്കടപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ കുറെ സംഭവങ്ങൾ അത് നശിപ്പിക്കുകയാണെങ്കിലും മാനസികാരോഗ്യം കുറഞ്ഞ ആൾക്കാരാണെന്ന് പറയാം. ഇതൊക്കെ ഞാനിപ്പോ എന്തിനാ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കൂട്ടത്തില് മാനസികാരോഗ്യം കുറഞ്ഞവരുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇനി വളണ്ടിയേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഇത് മാനസികാരോഗ്യം കുറഞ്ഞ ആൾക്കാരുടെ ലക്ഷണങ്ങളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇനി മാനസികാരോഗ്യം വർദ്ധിപ്പിക്കാനുള്ള ഫാക്ടേഴ്സ് ആണ് കേട്ടോ പറയുന്നത്. ഇത് അത്യാവശ്യമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ 70,000 ആൾക്കാർ നടത്തിയ പഠനം നടത്തിയ ആള് ഈ വളണ്ടിയേഴ്സിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ പറഞ്ഞ ഹാപ്പി ആയിട്ടുള്ള ആൾക്കാരാണോ വളണ്ടിയറിങ് നടത്തുന്നത്, അല്ലെങ്കിൽ വളണ്ടിയറിങ് നടത്തിയതിനു ശേഷമാണ് ഇവർ ഹാപ്പി ആയത്? ശ്രദ്ധിച്ച് കേൾക്കണം. ഈ വളണ്ടിയറിങ്ങിനൊക്കെ ഇറങ്ങുന്ന ആൾക്കാരൊക്കെ തന്നെയും ഹാപ്പി ആയിട്ടുള്ള ആൾക്കാരാണോ വളണ്ടിയറിങ്ങിന് ഇറങ്ങുന്നത്? അല്ല, വളണ്ടിയറിങ് ഇറങ്ങിയതിനു ശേഷമാണോ ഹാപ്പി ആവുന്നത്? നമ്മള് ഹാപ്പി ആവുന്നത്, നമ്മൾ ഹെൽത്തി ആവുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് വളണ്ടിയറിങ്ങിന്. നിങ്ങൾ തന്നെ ഒരു ചെറിയൊരു കാര്യം ആലോചിച്ചാൽ മതി. ആൾട്രൂയിസമായിട്ട് ബന്ധപ്പെട്ടിട്ട് വളണ്ടിയറിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് തിയറീസ് ഉണ്ട്. അതിനകത്ത് നിങ്ങൾ ഓക്കെ ആവുന്നത്, നിങ്ങൾ ഹാപ്പി ആവുന്നത്, നിങ്ങൾ ഹെൽത്തി ആവുന്നത് ഇമ്പോർട്ടന്റ് ആണ് വളണ്ടിയറിംഗിൽ. കാരണം ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഷെഫീഖ് എന്ന് പറയുന്ന ആള് വീട്ടിലെ കുറെ സ്ട്രെസ്, അല്ലെ ക്ലിനിക്കിൽ എന്റെ സ്ഥാപനത്തിലെ കുറെ ടെൻഷനും സ്ട്രെസ്സും കൊണ്ട് ഞാൻ വളരെ ധൃതി പിടിച്ച് സ്ട്രെസ്ഡ് ആയിട്ട് വളരെ ടെൻഷൻ അടിച്ചിട്ട് ഞാൻ ഓടിക്കൊണ്ടിരിക്കുമ്പോ, അല്ലെങ്കിൽ ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോ, അല്ലെങ്കിൽ ഞാൻ
ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? പാർട്ടിസിപ്പൻസ് ആരെങ്കിലും ഒന്ന് റെസ്പോൺസ് കേൾക്കുന്നുണ്ട്. ഒരു മ്യൂട്ട് ആയിട്ടുണ്ടായിരുന്നു. ശരി, കുറെ നേരം മ്യൂട്ടായോ? ഇല്ല, ജസ്റ്റ് ഒന്ന് മ്യൂട്ടായി, അപ്പൊ തന്നെ അൺമ്യൂട്ട് ആയിട്ടുണ്ട്. അപ്പോ ഞാന് ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ട്, ഞാൻ ഭയങ്കര ടെൻഷൻ ആയിട്ട് ഉള്ള സമയത്ത് ഞാൻ ഫുട്പാത്ത് കൂടെ നടക്കുമ്പോ ആ ഫുട്പാത്തില് ഒരു ഹെൽപ്പ് ഉള്ള ഒരാളെ, ഹെൽപ്പ് ആവശ്യമുള്ള ഒരാള്, ഫ്രൂട്ട്സ് ഒക്കെ കയ്യിൽ നിന്ന് വീണുപോയ ഒരാള്, അല്ലെങ്കിൽ പിന്നെ റോഡ് ക്രോസ് ചെയ്യാൻ വെയിറ്റ് ചെയ്യുന്ന ഒരു പ്രായമുള്ള ഒരു സ്ത്രീ, ഈ സ്ത്രീയെ എനിക്ക് കാണണം എന്നുണ്ടെങ്കിൽ, ആ സ്ത്രീയെ എനിക്ക് പരിഗണിക്കണം തോന്നുന്നുണ്ടെങ്കിൽ എന്റെ ഉള്ള് കുറച്ച് ഹാപ്പി ആയിരിക്കണം, അല്ലെങ്കിൽ കുറച്ച് ബാലൻസ്ഡ് ആയിരിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ, ഞാൻ സ്ട്രെസ്ഡ് ആയിട്ട് തിരക്ക് പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന, സമാധാനം ഇല്ലാതിരിക്കുന്ന സമയത്ത് എനിക്കിതൊന്നും ചിലപ്പോൾ കണ്ണിപ്പെട്ടുന്നു വരില്ല. ഞാൻ കുറച്ചൊക്കെ ഹാപ്പി ആണെങ്കിൽ, ഞാൻ കുറച്ചൊക്കെ റിലാക്സ്ഡ് ആണെങ്കിൽ എനിക്ക് ഇതൊക്കെ കാണാൻ പറ്റും. എനിക്ക് ഇങ്ങനെ ഫുട്പാത്തിൽ ഫ്രൂട്ട് കയ്യിൽ നിന്ന് വീണുപോയ ഒരു സ്ത്രീയെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്ന ഒരു സ്ത്രീയെ എനിക്ക് സഹായിക്കാൻ എനിക്ക് തോന്നും. കാരണം ഞാൻ ഓക്കെ ആണെന്നുള്ളതുകൊണ്ട്. അതുകൊണ്ടാണ് ആദ്യം നമ്മള് വളണ്ടിയറിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഒരു പരിധി വരെ നമ്മൾ ഹെൽത്തി ആവണം, നമ്മൾ ഓക്കെ ആവണം, നമ്മൾ മെന്റലി ഹെൽത്തി ആയാലാണ് നമുക്ക് ആ ഒരു എനർജി കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുക. നമ്മളെ ഉള്ളു ഹാപ്പി അല്ല, ഹെൽത്തി അല്ല, ഈ പറഞ്ഞ എല്ലാ സ്ട്രെസ്സും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നമ്മളെ വളണ്ടിയറിങ്ങിനെ ബാധിക്കും, നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതിനെ ബാധിക്കും. നമ്മുടെ ആ മനസ്സിനകത്ത് ആ ഒരു എനർജി ഇല്ലായ്മ വളണ്ടിയറിങ്ങിനെ ബാധിക്കും. അതുകൊണ്ട് ഒന്നാമത് ഈ പഠനത്തിൽ പറയുന്ന പോലെ വളണ്ടിയറിങ്, ഹാപ്പി ആയിട്ടുള്ളവരാണോ വളണ്ടിയറിങ്ങിലേക്ക് കൂടുതലായിട്ട് വരുന്നത്? ഒരു ഫാക്ടർ, യെസ്, കൂടുതൽ ഹാപ്പി ആവുന്നതിനനുസരിച്ച് വളണ്ടിയറിങ്ങും കുറച്ചുകൂടെ ഹാപ്പി ആവും. അതായത് അവര് വളണ്ടിയറിങ് എൻജോയ് ചെയ്യും. അത് നമ്മുടെ ഉള്ളിൽ പീസാണ്, നമ്മുടെ ഉള്ളില് പീസ്ഫുൾ ആണ്. നമ്മൾ ഉള്ളിൽ പീസ്ഫുൾ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റും? ഞാനേ സഹായം കിട്ടാതെ, ഞാനേ ഉള്ളില് പിന്നെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എങ്ങനെ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റും? അതുകൊണ്ട് ഞാൻ എന്റെ ഓരോ വളണ്ടിയേഴ്സിനോട് പറയാം, നമ്മൾ മെന്റലി ഹെൽത്തി ആയിട്ടിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോഴാണ് രണ്ടാമത്തെ പഠനത്തിൽ രണ്ടാമത് ചോദിച്ച ചോദ്യം, പിന്നെ ഈ പറയുന്ന രീതിക്കേക്ക് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ, അല്ല ഹാപ്പി ആയിട്ടുള്ളവരാണോ വളണ്ടിയറിങ്ങിന് ഇറങ്ങുന്നത്, അല്ല വളണ്ടിയറിങ്ങിലേക്ക് ഇറങ്ങിയതിനു ശേഷമാണോ ഹാപ്പി ആവുന്നത്? ഒന്നാമത്തെ ഞാൻ പറഞ്ഞു, ഹാപ്പി ആയിട്ടുള്ളവർ വളണ്ടിയറിങ്ങിലേക്ക് ഇറങ്ങുന്നുണ്ട്. രണ്ടാമത്തത്, വളണ്ടിയറിങ്ങിലേക്ക് ഇറങ്ങിയതിനു ശേഷം ഓരോരുത്തരും പറയുന്ന, ആ 70,000 ആൾക്കാരും പറയുന്നത്, നമ്മൾ ഉണ്ടായിരുന്ന ഹാപ്പിനെസിന്റെ അളവ് കൂടുകയാണ് ചെയ്തത്. ഒബ്വിയസ്ലി നിങ്ങൾ ഇപ്പോഴത്തെ സ്റ്റേറ്റ് എന്താണോ അത് മെച്ചപ്പെടുത്താൻ വളണ്ടിയറിങ് ഹെൽപ്പ് ചെയ്യും. ഇത് ഞാൻ പറയും, നിങ്ങൾ ആദ്യം ഹെൽത്തി ആവാൻ വേണ്ടിയിട്ട് കുറച്ച് മെന്റൽ ഹെൽത്ത് കുറഞ്ഞ ആൾക്കാരുടെ ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. അതിനോടൊപ്പം മെന്റൽ ഹെൽത്ത് കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞുതരാം. അത് ശ്രദ്ധിച്ച് കേൾക്കണം, കാരണം ഈ മേഖലയിലേക്ക് നിൽക്കാൻ പറ്റും. ഒന്നാമത്തത് ഒബ്വിയസ്ലി പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. ഇത് ഞാൻ പറയുന്നത് മാർട്ടിൻ സെലിഗ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ള പോസിറ്റീവ് സൈക്കോളജിയുടെ ഒരു പിതാവുണ്ട്. സൈക്കോളജി പഠിക്കുന്നവർക്ക് അറിയായിരിക്കും. പോസിറ്റീവ് സൈക്കോളജിയുടെ പിതാവാണ് മാർട്ടിൻ സെലിഗ്മാൻ. അദ്ദേഹം ലോകത്ത് സന്തോഷം അനുഭവിക്കുന്ന ഹാപ്പി ആയിട്ടുള്ള ആൾക്കാരിൽ ഒരു പഠനം നടത്തി. അങ്ങനെ ഹാപ്പി ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ക്വസ്റ്റ്യനെയർ ഒക്കെ കൊടുത്ത് അവരിൽ പഠനം നടത്തിയപ്പോ 5 കാര്യങ്ങൾ കൂടുതലായിട്ടുള്ളവർക്ക് ഹാപ്പി ആണെന്ന് കണ്ടു, അവർ ഹെൽത്തി ആണെന്ന് കണ്ടു. അപ്പൊ ഞാനിപ്പോ പറയാൻ പോകുന്ന 5 കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഹാപ്പി ആയിരിക്കും, നിങ്ങൾ ഹെൽത്തി ആയിരിക്കും. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ കാര്യം പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണ്. അദ്ദേഹം 5 കാര്യങ്ങൾ 5 ലെറ്റേഴ്സ് ആയിട്ടാണ് സൂചിപ്പിച്ചത്. PERMA. അത് നമ്മൾക്ക് ഏറ്റവും ചുരുക്കിയിട്ട് പെർമ എന്ന് വായിക്കാം. പെർമ, പ്രേമ എന്നല്ല, പെർമ, PERMA. അതിൽ ഫസ്റ്റ് ലെറ്റർ P ആണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. വളണ്ടിയറിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ സ്ട്രെസ്സിനോടും ഓരോ പ്രശ്നത്തിനോടും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താന്നുള്ളതാണ് ആ പ്രശ്നം വഷളാവണോ വേണ്ടിയോ തീരുമാനിക്കുന്നത്. ഉദാഹരണം അടക്കം ഞാൻ പറഞ്ഞുതരാം. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ലൈഫിൽ ഉണ്ടാവുന്ന ഓരോ പ്രശ്നത്തിനോടും ഓരോ ബുദ്ധിമുട്ടിനോടും ഇതെന്റെ ലൈഫ് ഒന്നുകൂടെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെ ഇതെന്റെ ലൈഫിന് അത്യാവശ്യമാണെന്ന് വിശ്വസിക്കുന്നതാണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി, ആർക്കാണ് കൂടുതൽ മെച്യൂരിറ്റി ഉള്ളതെന്ന് ആലോചിച്ചു നോക്കുക. ഇമോഷണൽ മെച്യൂരിറ്റി കൂടുതൽ ആർക്കായിരിക്കും? ഒരു സംശയം വേണ്ട, ജീവിതത്തിലെ പ്രശ്നങ്ങൾ കൂടുന്നതിനനുസരിച്ചാണ് മെച്യൂരിറ്റി കൂടുന്നത്. നിങ്ങൾ ഓരോരുത്തരും, എന്റെ ഈ ക്ലാസ് കേൾക്കുന്ന ഓരോരുത്തരും വിചാരിക്കണം, എന്റെ ലൈഫിൽ ഒരു ബുദ്ധിമുട്ടും വേണ്ട, ഒരു പ്രശ്നവും വേണ്ട, ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഇരുന്നാൽ മതി, വീട്ടിൽ ബെഡിൽ തലയണമ ചാരി കിടന്നാൽ മതി, അല്ലെങ്കിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ
അത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ മെച്യൂരിറ്റി ഇല്ലാത്ത ആളായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. കാരണം മെച്യൂരിറ്റി കൂടുന്നത് പ്രോബ്ലം ഫേസ് ചെയ്യുന്നതിനനുസരിച്ചാണ്. ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ, അല്ലെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ മാത്രമേ ഞാൻ വളരുള്ളൂ എന്ന് ആഗ്രഹിക്കുന്ന ഈ ഒരു കാഴ്ചപ്പാടാണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയാം. ഒബിയസ്ലി നിങ്ങൾ വളണ്ടിയറിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ പ്രോബ്ലംസ് ഉണ്ടാവും. എന്തുകൊണ്ട് എനിക്ക് ഇതിങ്ങനെ വരുന്നത്, എന്താ എനിക്ക് മാത്രം ഇങ്ങനെ വരുന്നത്, പ്രശ്നങ്ങൾ വരുന്നത് അത് വരണ്ടായിരുന്നു, ഉണ്ടാവണ്ടായിരുന്നു വിചാരിക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവില്ല. ലൈഫിൽ പ്രോബ്ലംസ് അത്യാവശ്യമാണ് എന്നുള്ളതിന്. അപ്പോൾ നിങ്ങൾ ABCD മലയാളം സിനിമ കണ്ടിട്ടുണ്ടാവും ദുൽഖർ സൽമാന്റെ. അതിനകത്ത് ദുൽഖർ സൽമാൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. എന്താണ്? പ്രോബ്ലം ഈസ് നോട്ട് ദ പ്രോബ്ലം, പ്രോബ്ലം ഈസ് യുവർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദ പ്രോബ്ലം. കേട്ടിട്ടുണ്ടാവും. പ്രശ്നമല്ല യഥാർത്ഥ പ്രശ്നം, പ്രശ്നങ്ങളോട് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ്. എന്റെ ഫ്രണ്ട് എന്നോട് മിണ്ടാത്തതല്ല പ്രശ്നം, ആ മിണ്ടാത്തതിനെ നിങ്ങൾ കാണുന്ന രീതിയാണ്. അല്ലെ എന്റെ ഷോപ്പ് പൂട്ടിപ്പോയതല്ല പ്രശ്നം, ആ പൂട്ടിപ്പോയതിനെ കാണുന്ന രീതിയാണ്. എല്ലാം നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ആ ബുദ്ധിമുട്ട് നിങ്ങൾ എങ്ങനെ യെസ് ഇപ്പൊ ഞാൻ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് വർക്ക് ചെയ്യണം, എന്തുകൊണ്ടാണ് അങ്ങനെ. ഓക്കെ, കണ്ടിന്യൂ ചെയ്തോട്ടെ. കണ്ടിന്യൂ ചെയ്തു. ജോയിൻ ആവുന്നതിനനുസരിച്ചിട്ട് ചെറിയ ബുദ്ധിമുട്ട് വരുന്നതാണ്. സോറി സർ. മനസ്സിലായി. ഒരു കാര്യം ചെയ്യാം, സെഫ്നിസ എന്നെ കോ ഹോസ്റ്റ് ഒന്ന് മാറ്റിയാലും കുഴപ്പമില്ല. കാരണം ഈ ജോയിൻ ആവുന്നവരുടെ ഒക്കെ തന്നെ അവരെ അഡ്മിറ്റ് ചെയ്യാനുള്ള നോട്ടിഫിക്കേഷൻ എനിക്കും വരുന്നുണ്ട് എന്റെ സ്ക്രീനിലും. വേണമെങ്കിൽ എന്റെ കോ ഹോസ്റ്റ് ഒന്ന് മാറ്റിയാൽ നന്നായിരിക്കും. ഓക്കെ, നിങ്ങളുടെ മാനസികാരോഗ്യം വർദ്ധിപ്പിക്കാനുള്ള ഒന്നാമത്തെ സാധനമാണ് പറഞ്ഞത്. ലൈഫിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസിനോട് വേണ്ട നിങ്ങൾ പറയരുത്. സംഭവിക്കേണ്ട അത്യാവശ്യമാണ് ഫോർ നിങ്ങൾ ഒന്നുകൂടെ സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട്. പുതിയ പുതിയ ലേണിംഗ് ഉണ്ടാവുന്നത് നിങ്ങളുടെ കംഫർട്ട് സോണിന്റെ പുറത്താണ്. അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞത്. രണ്ടാമത്തതാണ് നിങ്ങളുടെ മെന്റൽ ഹെൽത്ത്, മാനസികാരോഗ്യം കൂടണമെങ്കിൽ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ ലെറ്റർ E ആണ്. ഈ ഫോർ എൻഗേജ്മെന്റ് ആണ്. കല്യാണം ഉറപ്പിക്കലല്ല കേട്ടോ എൻഗേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ് ചെയ്തുകൊണ്ടേയിരിക്കുക. രാവിലെ എഴുന്നേക്കുന്ന തൊട്ട് രാത്രി കിടക്കുന്നത് വരെ എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ് ചെയ്തുകൊണ്ടേയിരിക്കുക. ആ എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിലല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് നിങ്ങളോട് മതിപ്പ് തോന്നുന്ന കാര്യത്തിൽ എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ സെൽഫ് വർത്ത്, ഞാൻ കൊള്ളാം എന്ന് പറയുന്നൊരു ഫീലിംഗ് വരും. അപ്പോ എൻഗേജ്മെന്റിനകത്ത് റിലാക്സേഷൻ വരും, എക്സസൈസ് വരാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗാർഡനിങ് വരാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുക്കിംഗ് വരാം. എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കാം. ഈ വിഷാദം പോലത്തെ, ഡിപ്രഷൻ പോലത്തെ കാര്യങ്ങൾ ബാധിക്കുന്ന ആൾക്കാരോട് നമ്മൾ പറയുന്ന സാധനമാണ് എന്ത്? നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ് ചെയ്തുകൊണ്ടേയിരിക്കണം, ഒന്നും ചെയ്യാതിരിക്കരുത്, ഉൾവലിഞ്ഞുകൊണ്ടിരിക്കരുത്. എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വിഷാദം പിടിപെടില്ല. അവർക്ക് ഞാൻ കൊള്ളാന്ന് പറയുന്ന ഫീലിംഗ് ഉണ്ടാവും. അത് തന്നെയാണ് വളണ്ടിയറിംഗ് ഓഫർ ചെയ്യുന്നതും. വളണ്ടിയറിംഗിൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ തന്നെ വിഷാദം കുറയുന്നില്ല. കാരണം വേറെ കൊണ്ടല്ല, ഇത് എൻഗേജ്ഡ് ആണ്. എൻഗേജ്ഡ് ആകുന്നതിനനുസരിച്ച് നമുക്ക് വിഷാദം കുറയും. അപ്പൊ രണ്ടാമത്തെ നമ്മൾ മെന്റൽ ഹെൽത്ത്, മാനസികാരോഗ്യം വർദ്ധിപ്പിക്കാനുള്ള രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് എൻഗേജ്ഡ് ആയിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു കാര്യം മാനസികാരോഗ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത് റിലേഷൻഷിപ്പാണ്. എന്ന് പറയുന്നത് പരമാവധി ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുക. അതിൽ ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുമ്പോൾ ഏതെങ്കിലും ചവറ് ബന്ധങ്ങളല്ല കേട്ടോ ഞാൻ പറയുന്നത്. നിങ്ങളുടെ കഴിവ് പുറത്തെടുക്കുന്ന ബന്ധങ്ങൾ, നിങ്ങളുടെ ഉള്ളിലുള്ള പോസിറ്റീവ് എനർജി പുറത്തേക്ക് എടുക്കുന്ന ബന്ധങ്ങൾ, നിങ്ങളെ ഗ്രോത്ത് ഒന്നുകൂടെ വർദ്ധിപ്പിക്കുന്ന ബന്ധങ്ങൾ, നിങ്ങൾ കൊള്ളാം എന്ന് പറയുന്ന ഫീൽ ഉണ്ടാക്കി തരുന്ന ബന്ധങ്ങൾ, അത് വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് മാനസികാരോഗ്യം വർദ്ധിക്കും. അത് തന്നെയാണ് ഞാൻ നേരത്തെ പഠനത്തിൽ പറഞ്ഞതും. എന്ത്? അവർക്ക് റിലേഷൻഷിപ്പ് കൂടുതലാവും. ആർക്ക്? ഈ പറയുന്ന വളണ്ടിയറിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ബന്ധങ്ങൾ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അവർ ഹാപ്പിയും ആയിരിക്കും. അപ്പൊ മാനസികാരോഗ്യം വർദ്ധിപ്പിക്കാനുള്ള മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്ന റിലേഷൻഷിപ്പാണ്. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാനസികാരോഗ്യം വർദ്ധിപ്പിക്കണമെങ്കിൽ ജീവിതത്തിൽ ഒരു അർത്ഥം ഉണ്ടാവുക എന്നുള്ളതാണ്. ഞാൻ എന്തിനാ ജീവിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക. പല ആൾക്കാരും തിന്നാനാണെന്നൊക്കെ മനസ്സിലേക്ക് ഉത്തരം വന്നിട്ടുണ്ടാവും. എന്നാലും കുഴപ്പമില്ല. കാരണം തിന്നാനാണെങ്കിൽ തിന്നാൻ, നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടായിക്കൊണ്ടിരിക്കണം. എന്നാലാണ് നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഹോപ്പ് ഉണ്ടാവുക. ഈ ഹോപ്പ് ഇല്ലാതാവുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ വിഷാദം ഉണ്ടാവുന്നത്. ഹോപ്പ് ഇല്ലാതാവുമ്പോഴാണ് എന്തിനാണ് ജീവിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് ഒരു ഉത്തരം ഇല്ലാണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് വിഷാദം പിടിപെടുന്നുള്ള ഒരു കാരണം. അപ്പൊ നമുക്ക് എന്തുണ്ടാവണം? മീനിങ് ഉണ്ടാവണം. എന്തിനാണ് ഞാൻ ജീവിക്കുന്നത്? അതാണ്
എം എന്ന് പറയുന്ന ലെറ്റർ, ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ എ ഫോർ അച്ചീവ്മെന്റ്. നിങ്ങൾ ഓരോ ദിവസവും ചെറിയ ചെറിയ ഗോളുകൾ വെക്കണം. ഇന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ നാളെ എഴുന്നേക്കാനുള്ള ഒരു ഗോൾ ഉണ്ടാവണം. അതിന് ഇന്ന് എന്ത് ചെയ്യണം? ചെറിയൊരു പയറിന്റെ മണി നിങ്ങൾ കുഴിച്ചിടേണ്ടി വരും, അല്ലെ ഏതെങ്കിലും ഒരു പുസ്തകം വായിച്ചു തുടങ്ങേണ്ടി വരും, നാളെ എനിക്ക് പുസ്തകം കണ്ടിന്യൂ ചെയ്യാൻ. അല്ലെ ഇന്ന് ഒരു മീനിനെ വാങ്ങിച്ചിട്ടുണ്ടാവണം, ഇന്ന് മീനിനെ വാങ്ങിച്ചിട്ട് നാളെ ആ മീൻ പ്രസവിച്ചോ, അല്ലെ മറ്റന്നാൾ ആ മീൻ എന്തെങ്കിലും കൊടുക്കണ്ടേ, അല്ല മീനിന് വേണ്ടിയിട്ടൊരു അക്വേറിയം ഉണ്ടാക്കണ്ടേ. അങ്ങനെ നമ്മൾ ചെറിയ ചെറിയ ഇന്ന് ഉറങ്ങിക്കഴിഞ്ഞ് നാളെ എഴുന്നേക്കാനുള്ള ഒരു ചെറിയ ഗോൾ ഉണ്ടാവണം, അടുത്ത ആഴ്ചത്തേക്കുള്ള ഒരു ഗോൾ ഉണ്ടാവണം, അടുത്ത മാസത്തേക്കുള്ള ഒരു ഗോൾ ഉണ്ടാവണം, അടുത്ത വർഷത്തേക്കുള്ള ഒരു ഗോൾ ഉണ്ടാവണം. ഇങ്ങനെ നമുക്ക് ചെറുതും വലുതുമായിട്ട് ഗോളുകൾ അച്ചീവ് ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത മാനസികാരോഗ്യം വർദ്ധിപ്പിക്കാനുള്ള അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനകത്ത് പുസ്തകങ്ങൾ വരാം. ഇന്നൊരു പുസ്തകം വായിച്ചു തുടങ്ങി, ആ പുസ്തകം തുടങ്ങി അടുത്ത ആഴ്ച കൊണ്ട് ഈ പുസ്തകം എനിക്ക് തീർക്കണം, എന്നിട്ട് വേണം അതിന്റെ അപ്പുറത്ത് വായിച്ച മറ്റേ പുസ്തകം വായിക്കാൻ. ഇങ്ങനെയുള്ള ചെറിയ അതിന് നമ്മൾ എന്ത് ചെയ്യണം? എൻഗേജ്ഡ് ആവണം, എന്തെങ്കിലും ചെയ്തു തുടങ്ങിക്കൊണ്ടേയിരിക്കണം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്റെ ഈ ഓഡിയോ കേൾക്കുന്നവർക്ക് മാനസികാരോഗ്യം എന്ന് പറയുന്നത് തനിയെ വരാൻ തുടങ്ങും. ഈ 5 കാര്യങ്ങളൊന്ന് ചേർത്ത് വെച്ചിട്ടാണെങ്കിൽ. ഇപ്പൊ മാനസികാരോഗ്യം കുറഞ്ഞവരുടെ ലക്ഷണം പറഞ്ഞു, മാനസികാരോഗ്യം ഇങ്ങനെ നമുക്ക് വർദ്ധിപ്പിക്കാന്ന് പറഞ്ഞു. പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഒരുവിധ എല്ലാ മാനസിക രോഗത്തിനും മാനസിക ബുദ്ധിമുട്ടിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് സ്ട്രെസ് ആണ്. അത് മാനസിക രോഗത്തിന് മാത്രമല്ല കേട്ടോ. റീസെന്റ് ആയിട്ടുള്ള പഠനം പറയുന്നത് 50% ശാരീരിക രോഗങ്ങളുടെ കാരണവും നിങ്ങൾക്ക് വരുന്ന കഴുത്ത് വേദന ആയിക്കോട്ടെ, തലവേദന ആയിക്കോട്ടെ, ബാക്ക് പെയിൻ ആയിക്കോട്ടെ, ഗ്യാസിന്റെ ട്രബിൾ ആയിക്കോട്ടെ, നെഞ്ചരിച്ചിലായിക്കോട്ടെ, അങ്ങനെ തുടങ്ങി പല മാനസിക പ്രശ്നങ്ങളുടെയും ശാരീരിക പ്രശ്നങ്ങളുടെയും 50% കാരണം സ്ട്രെസ് ആണ്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നിങ്ങളുടെ ജോലി നഷ്ടപ്പെടുന്നത്, പ്രണയം നഷ്ടപ്പെടുന്നത്, പരീക്ഷയ്ക്ക് തോക്കുന്നത്, അമ്മ ചീത്ത പറയുന്നത്, നിങ്ങൾ വിചാരിച്ച ബസ് കിട്ടാണ്ടാവുന്നത്, നിങ്ങൾ പോയ ഇന്റർവ്യൂ ഫെയിൽ ആവുന്നത്, വാട്ട് എവർ, ഇതൊക്കെ സ്ട്രെസ് ആണ്. ഈ സ്ട്രെസ് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ലൈഫിൽ കൃത്യമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കും. എങ്ങനെയാണെങ്കിൽ ആ സ്ട്രെസ്സിന് നിങ്ങൾ എടുക്കേണ്ട രീതിക്ക് എടുത്തിട്ടില്ലേ, അതിന് കൃത്യമായിട്ട് കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിലാണ് സ്ട്രെസ് ബുദ്ധിമുട്ടുണ്ടാക്കുക. നിങ്ങൾ തന്നെ ഓരോ സ്ട്രെസ് ആലോചിച്ച് നോക്കി. നിങ്ങൾ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായ സ്ട്രെസ്, ഈ സ്ട്രെസ്സിനോട് നിങ്ങൾക്ക് 3 രീതിക്കാണ് ആസ് എ വളണ്ടിയർ എന്നുള്ള രീതിക്കൊക്കെ ഞാൻ പറയാണ്, നിങ്ങൾ സ്ട്രെസ്സിനെ 3 രീതിക്ക് സ്ട്രെസ്സിനോട് റിയാക്ട് ചെയ്യാൻ പറ്റുക. ഈ 3 രീതിക്കല്ല നിങ്ങൾ സ്ട്രെസ്സിനോട് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടാവും, നിങ്ങളുടെ മാനസികാരോഗ്യം തകരാറിലാവും. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ചെറുപ്പക്കാരൻ ഒരു 19 വയസ്സുള്ള ഒരു മോൻ എൻ്റെ അടുത്ത് വന്നു. അവൻ ഗെയിമിന് അഡിക്റ്റ് ആണ്. അവൻ ഗെയിമിന് അഡിക്റ്റ് ആയ എന്തിനാന്ന് ചോദിച്ചപ്പോ അവന് ഗെയിമിന് അഡിക്റ്റ് ആയ എന്തിനാന്ന് ചോദിച്ചപ്പോ അവൻ കൃത്യമായിട്ട് ഉത്തരമില്ല. പക്ഷെ അവന്റെ പേഴ്സണൽ പ്രോബ്ലംസ് ചോദിച്ചു നോക്കുമ്പോ അവൻ തീരെ സൗന്ദര്യമില്ല, അവൻ സംസാരിക്കാൻ തീരെ കഴിവില്ല. എനിക്ക് തീരെ സംസാരിക്കാൻ കഴിവില്ല, ആൾക്കാരോട് എങ്ങനെ സംസാരിക്കണം എന്ന് അറിയില്ല, എനിക്ക് തീരെ സൗന്ദര്യമില്ല. ഇങ്ങനെ 2 സ്ട്രെസ് അവനക്കുണ്ട്. തീരെ സംസാരിക്കാൻ അറിയില്ല, ഈ പറഞ്ഞ പോലെ തീരെ സൗന്ദര്യവും ഇല്ല എന്നുള്ളൊരു തോന്നലും. ഇതിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയിട്ടാണ് അവൻ ഗെയിമിന് അഡിക്റ്റ് ആയത്. നമ്മൾ പല ആൾക്കാരും സ്ട്രെസ്സിനെ ഫേസ് ചെയ്യുന്നതിന് പകരം ഒളിച്ചോടുകയാണ് പലപ്പോഴും ചെയ്യുക. ആ സ്ട്രെസ്സിനെ ഫേസ് ചെയ്യാതെ സോൾവ് ചെയ്യാതെ ഒളിച്ചോടുകയാണ് പലപ്പോഴും ചെയ്യുക. അത് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുകയോ ചെയ്യുള്ളൂ. തൽക്കാലം ഒരു സമാധാനം പോലെ തോന്നും. നമുക്ക് അച്ഛനോടല്ല അമ്മേനോട് അടി ഉണ്ടാക്കിയിട്ട് റൂമിൽ കയറി വാതിലടക്കും, കുറേ സമയം അന്ന് ഭക്ഷണം കഴിക്കാതിരിക്കും. അതൊരു ഒളിച്ചോട്ടാണ്. ജീവിതത്തിലെ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാനുള്ള കഴിവില്ലാതെ അതൊരു സ്ട്രെസ് ഉണ്ടായപ്പോ സ്ട്രെസ്സിനെ 3 രീതിക്ക് എന്നെ മാനേജ് ചെയ്യണം. ഒന്നാമത്തത് 3 ലെറ്റർ ആണ്, 3 A എന്നാ പറയാം, 3 A ലെറ്റേഴ്സ് ആണ്. ഒന്നാമത്തെ A ലെറ്റർ എന്ന് പറയുന്നത് ആൾട്ടർ ആണ്. നമുക്ക് സ്ട്രെസ് ഉണ്ടാവുന്ന എന്തോ ആയിക്കോട്ടെ, ഒരു സംഭവം ആയിക്കോട്ടെ, ആളായിക്കോട്ടെ, എന്തിനോടും അത് നമുക്ക് ആദ്യം ആ സംഭവത്തിൽ നമുക്ക് മാറ്റാൻ പറ്റുമോ എന്ന് നോക്കുക. അയാളോട് പറയുക, നിങ്ങൾ ഇത് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവുന്നുണ്ട്, അല്ലെ ഇന്ന സമയത്ത് ചെല്ലുമ്പോഴാണ് എനിക്ക് ആ സ്ട്രെസ് ഉണ്ടാവുന്നത്, ആ സമയം മാറ്റാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോ ഒന്നാമത്തത് നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്ന സാധനത്തിനെ മാറ്റാൻ പറ്റുമോ നോക്കുക. ആൾട്ടർ എന്ന് പറയുന്ന സാധനമാണ്. രണ്ടാമത്തെന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്നത് നമ്മുടെ അമ്മയായിരിക്കും, അല്ലെ നമ്മുടെ ഉമ്മയായിരിക്കും, അല്ലെ അച്ഛനായിരിക്കും. അവരെ ചിലപ്പോൾ നമുക്ക് ആൾട്ടർ ചെയ്യാൻ പറ്റൂല.
ചില സംഭവങ്ങൾ നമുക്ക് ആൾട്ടർ ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ ലെറ്റർ എന്ന് പറയുന്നത് ആക്സെപ്റ്റ് അല്ലെങ്കിൽ അഡാപ്റ്റ് എന്നുള്ളതാണ്. പിന്നെന്ത് ചെയ്യണം? അതിനോട് പൊരുത്തപ്പെടാനുള്ള കപ്പാസിറ്റി എനിക്ക് ഇല്ലാത്തതുകൊണ്ടാണ് എനിക്കത് സ്ട്രെസ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. അതിനോട് ചിലപ്പോൾ പൊരുത്തപ്പെടേണ്ടി വരും. എന്ന് വെച്ചിട്ട് ഈ കണ്ട എല്ലാത്തിനോടും പൊരുത്തപ്പെടണ്ട. മൂന്നാമത്തെ ലെറ്റർ ആണ് അവോയ്ഡ് എന്ന് പറയുന്നത്. ചില സ്ട്രെസ് നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, നല്ല പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. അതിങ്ങനെ കൊണ്ട് നടത്തിന് ഭയങ്കര സ്ട്രെസ്, ഭയങ്കര ടെൻഷൻ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ചിലതിനെ അവോയ്ഡ് ചെയ്യണം, നമ്മൾ ഒഴിവാക്കണം, നോ പറയണം. എനിക്കിത് വേണ്ട, എനിക്കിത് പറ്റില്ല കേട്ടോ, എനിക്ക് പണി പറ്റില്ല, നിങ്ങൾ ഇത് ഇടക്കിടക്ക് ചെയ്യാൻ പറയുന്നത് എനിക്ക് പറ്റുന്നില്ല, ഉള്ളിൽ അത് പറ്റില്ല എന്ന് പറയണം തോന്നുന്നുണ്ട്, അതിനെ ഒഴിവാക്കണമെന്നുണ്ട്. അതുകൊണ്ടാണ് സ്ട്രെസ് അനുഭവിക്കുന്നതെങ്കിൽ അത് നോ എന്ന് പറയാൻ നമുക്ക് പറ്റണം. ഓക്കെ, നിങ്ങൾ വളണ്ടിയറിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുമ്പോഴും എൻ്റെ അടുത്ത് ഒരു സുഹൃത്ത് വിളിച്ച് പറഞ്ഞ, നേരത്തെ പറഞ്ഞ പോലെ സുഹൃത്ത് പറഞ്ഞതിൽ പല വളണ്ടിയേഴ്സ് അനുഭവിക്കുന്ന പ്രശ്നം അവർക്ക് ഇഷ്ടമല്ലാത്ത ചില പണികൾ ചെയ്യേണ്ടി വരുമ്പോൾ അവിടെ നോ പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അത് ഞാൻ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. അവസാനത്തെ 15 മിനിറ്റ് ഞാൻ അത് ഡിസ്കസ് ചെയ്യാം. അപ്പോ നിങ്ങളുടെ ലൈഫിൽ എന്റെ അമ്മയുടെ ക്യാരക്ടർ ഇങ്ങനെയാണ്, അത് ഞാൻ പൊരുത്തപ്പെടണം. അമ്മ അങ്ങനെ ചീത്ത പറയുമ്പോൾ അതെന്നെ ഹേർട്ട് ചെയ്യാതെ ഞാൻ എടുക്കണം. അത് അമ്മേന്റെ സ്വഭാവമാണ്. ഞാൻ എന്തിനാ ഉള്ളിലേക്ക് എടുക്കുന്നത്? നമ്മൾ അതിനോട് അഡാപ്റ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ അതിന് നമുക്ക് ഒഴിവാക്കണം. നമ്മൾ ലൈഫിൽ ഒരാൾ കയറി വന്ന് അയാൾ നമ്മൾ വല്ലാതെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ വല്ലാതെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുക, അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ എങ്കിൽ നമ്മൾ അവോയ്ഡ് ചെയ്യണം, നോ പറയണം. ഇല്ലാതെ നമ്മൾ എന്തിനാണ് സ്ട്രെസ് കൊണ്ട് നടക്കുന്നത്? കാരണം നിങ്ങൾ ഓക്കെ ആയാൽ മാത്രമേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, സമൂഹത്തിലേക്ക് നിങ്ങളുടെ ആ ഒരു പോസിറ്റീവ് സാധനം കൊടുക്കാൻ പറ്റുക. ഇനി അവസാനമായിട്ട് ഞാനൊരു ചെറിയൊരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് ചോദിക്കുകയാണ്. എന്റെ ശബ്ദം കേൾക്കുന്നവര്, നിങ്ങൾ കൂടുതൽ സമയം എന്തിലാണ് സ്പെൻഡ് ചെയ്യുന്നത്? എന്തിലാണ് സ്പെൻഡ് ചെയ്യുന്നത് ചോദിക്കുമ്പോൾ നിങ്ങൾ ഫോണിൽ എന്നുള്ള ഉത്തരം പറയാൻ വേണ്ടിയിട്ടല്ല, പിന്നെ കഴിഞ്ഞു പോയതിനെ പറ്റിയിട്ട് ആലോചിച്ചിട്ടാണോ നിങ്ങളുടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്, അല്ല വരാൻ പോകുന്നതിനെ പറ്റി ആലോചിച്ചാണോ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്? അതായത് എനിക്കെന്താ അങ്ങനെ വന്നേ, അങ്ങനെയാണല്ലോ സംഭവിച്ചത്, അതെന്തിനാ ഇങ്ങനെ വന്നേ, കഴിഞ്ഞു പോയ സംഭവങ്ങളെ പറ്റി, കഴിഞ്ഞ കുറെ പാസ്റ്റിനെ പറ്റി ആലോചിച്ചാണോ നിങ്ങൾ സമയങ്ങൾ കൂടുതലായിട്ട് പോകുന്നത്? അതല്ല വരാൻ പോകുന്നത് എന്താവും, അതെന്താവും, ആ കളി എന്താവും, അല്ല അതിന്റെ റിസൾട്ട് എന്താവും, അല്ല അസുഖം വരുമോ, അല്ലെങ്കിൽ എനിക്കത് കിട്ടുമോ, അല്ല പണി ഏൽപ്പിച്ച കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുമോ, ഇത് ആലോചിച്ച് ഭാവിനെ പറ്റി ആലോചിച്ച് എന്നെ ടെൻഷൻ അടിക്കുകയാണോ ചെയ്യുന്നത്? അതറിയണമെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ എന്താ ചിന്തിക്കുന്നത്? ലൈക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഭക്ഷണത്തിലല്ല ശ്രദ്ധ, നേരെ മറിച്ച് നിങ്ങൾ കഴിഞ്ഞതിനെ പറ്റിയിട്ടാണോ ആലോചിക്കുന്നത്, അല്ല ഭക്ഷണം കഴിച്ചിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണോ? കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കുളിക്കുന്നതിനെ പറ്റിയിട്ട് തന്നെയാണോ ആലോചിക്കുന്നത്, അല്ല കുളിക്കുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന കഴിഞ്ഞ കുറച്ച് ദിവസത്തിനെ പറ്റിയിട്ടാണോ, അല്ല വരാൻ പോകുന്നതിനെ പറ്റിയിട്ടാണോ? ഇതിപ്പോ എന്തിനാ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്, സമയം ചെലവഴിക്കുന്നത് കഴിഞ്ഞു പോയതിനെ പറ്റിയിട്ടാണെങ്കിൽ അത് നിങ്ങളെ കൂടുതൽ വിഷാദത്തിലേക്ക് എത്തിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിപ്രഷനിലേക്ക്. കാരണം നിങ്ങൾക്ക് ആ കഴിഞ്ഞു പോയതിനെ കൂടി യാതൊരു ബെനിഫിറ്റും ഇല്ല. പക്ഷെ അതിനെപ്പറ്റി കൂടുതൽ ആലോചിക്കുന്ന ഒരു പക്ഷെ നിങ്ങളെ ഗിൽറ്റി ആക്കാം, കുറ്റബോധമുള്ള ആളാക്കിയേക്കാം. എന്താ അങ്ങനെ വന്നത്, എന്താ ഇങ്ങനെ വന്നത്, എനിക്ക് മാത്രം ഇങ്ങനെ വരുന്നത്. പക്ഷെ അതിനെ കൂടി പ്രത്യേകിച്ച് യാതൊരു ബെനിഫിറ്റും ഇന്നത്തെ പ്രസന്റിൽ ഇല്ല. നിങ്ങൾ ഇപ്പോഴത്തെ പ്രസന്റ് നശിപ്പിക്കാൻ മാത്രമേ അത് സഹായിക്കുള്ളൂ. നിങ്ങളുടെ പ്രസന്റിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെയും എൻജോയ് ചെയ്യുന്നതിനെ തടസ്സപ്പെടുത്തുക അതുള്ളൂ. ഇനി നിങ്ങൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഫ്യൂച്ചറിനെ പറ്റിയിട്ടാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ സംഭവിച്ചിട്ടില്ല, ഇനി വരാൻ പോകുന്നതിനെ പറ്റി ആലോചിച്ച് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അസുഖം വരുമോ, അല്ലെങ്കിൽ എന്നെ ഏൽപ്പിച്ച പണി എനിക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുമോ, ഇത് ആലോചിച്ച് സംഭവിച്ചില്ല, സംഭവിക്കാൻ പോകുന്നതിനെ പറ്റി ഇപ്പോഴേ ആലോചിച്ച് ഇപ്പോഴുള്ള മൊമെന്റ് സന്തോഷം ഇല്ലാതാക്കുകയാണെങ്കിലും, കാരണം നിങ്ങൾ ഇപ്പോഴേ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് ടെൻഷൻ അടിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഇല്ല. ഇന്നത്തെ ദിവസം ഇപ്പോഴത്തെ മൊമെന്റ് നഷ്ടമാവുമെന്ന് മാത്രമേ ഉള്ളൂ. ഉദാഹരണത്തിന് പറയാം, എന്റെ അടുത്ത് ഒരു ക്ലയന്റ് വന്നു, കഴിഞ്ഞ 6 മാസമായിട്ട് കൊറോണ ബാധിക്കുമെന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, കഴിഞ്ഞ ഒരു 6 മാസത്തെ കൊറോണ വന്നു? ഇല്ല. പക്ഷെ കഴിഞ്ഞ 6 മാസം പിന്നെ എന്ത് ചെയ്തു? കഴിഞ്ഞ 6 മാസം ടെൻഷൻ അടിച്ചു. ഒന്നും എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. എന്റെ വീട്ടിൽ മക്കളുണ്ട്, അവരോട് കളിക്കാൻ പറ്റിയില്ല, എനിക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റില്ല. സംഭവിച്ചിട്ടില്ലാത്തൊരു കാര്യത്തിനെ പറ്റി ആലോചിച്ച് ഇപ്പത്തെ ജീവിതം നശിപ്പിക്കുകയാണെങ്കിലും ബുദ്ധിമുട്ടാണ്. എന്റെ മക്കൾ എന്ത് ചെയ്യണം, അല്ല എന്റെ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും എന്ത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കണം? ഇപ്പൊ നിങ്ങൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പത്തെ മൊമെന്റിനെ എൻജോയ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഇപ്പത്തെ മൊമെന്റ് ഏറ്റവും നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ നന്നാവും. ഉദാഹരണത്തിന് ഞാനിപ്പോ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയല്ലേ, ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടക്ക് ഇന്നലെ എനിക്ക് ഉണ്ടായ കുറച്ച് നെഗറ്റീവ് അനുഭവങ്ങൾ ഞാൻ ഇങ്ങനെ അല്ല അങ്ങനെ സംഭവിച്ചത് അതെന്നെ എന്റെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നതെങ്കിൽ എനിക്ക് ക്ലാസ് നന്നായിട്ട് എടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് എനിക്ക് ഇന്ന് രാത്രി ചെയ്തു തീർക്കാനുള്ള വർക്കിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അതിനെപ്പറ്റി ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് ഈ ക്ലാസ് നന്നായിട്ട് ചെയ്യാൻ പറ്റില്ല. അതെന്റെ ക്ലാസ് മോശമാക്കും. ആ ക്ലാസ് മോശമായി കഴിഞ്ഞാൽ ഇനി പിന്നെ ആരും എന്നെ ഇങ്ങനെ ക്ലാസ് എടുക്കാൻ വിളിക്കൂല. അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പത്തെ മൊമെന്റ് ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻജോയ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ കുളിക്കുകയാണെങ്കിൽ ആ കുളിക്കുന്ന ദേഹത്ത് വെള്ളം വീഴുന്നതടക്കം നിങ്ങൾ എൻജോയ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യണം. നിങ്ങൾ ഭക്ഷണം കഴിക്കണം, ആ മൊമെന്റ് എൻജോയ് ചെയ്യണം. നേരെ മറിച്ച് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ പാസ്റ്റ് ആണ് കൂടുതൽ ആലോചിക്കുന്നതെങ്കിൽ നിങ്ങളത് ഡിപ്രഷനിലേക്ക് ലീഡ് ചെയ്യും. നിങ്ങൾ ഫ്യൂച്ചറിനെ പറ്റിയിട്ട് തന്നെ ഒരു പെസിമിസ്റ്റിക് ആയിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളത് ആങ്സൈറ്റിയിലേക്ക് ലീഡ് ചെയ്യും. വോളണ്ടിയറിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവരടുത്ത് പ്രധാനമായിട്ട് പറയാൻ വിചാരിച്ച 2 പോയിന്റാണ്. ഒന്ന്, നിങ്ങൾക്ക് ഉണ്ടാവുന്ന സ്ട്രെസ്സിനെ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ആ സ്ട്രെസ് നിങ്ങൾ ഒളിച്ചോടരുത്, ഫേസ് ചെയ്യാണ്ടിരിക്കരുത്, അതിനെ അഡ്രസ് ചെയ്യാതിരിക്കരുത്. ഞാൻ പറഞ്ഞ 3 മെത്തേഡിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ച് അതിനെ കൈകാര്യം ചെയ്യണം. രണ്ടാമത്തത്, ഈ പറയുന്ന പ്രസന്റ്, നിങ്ങൾ വോളണ്ടിയറിംഗ് ചെയ്യാണ്, നിങ്ങൾ എന്ത് കാര്യം ചെയ്യണം, ആ ഒരു മൊമെന്റ് എൻജോയ് ചെയ്യാം. അത് കഴിഞ്ഞിട്ടുള്ള വരാൻ പോകുന്നതിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ മൊമെന്റ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. കഴിഞ്ഞു പോയതിനെ പറ്റിയിട്ട് ആലോചിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാലും ആ മൊമെന്റ് നിങ്ങൾക്ക് കൃത്യമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല. സോ ബീയിങ് ഇൻ ദ പ്രസന്റ് എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, നിങ്ങൾ വോളണ്ടിയറിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യം. ഇനി അവസാനമായിട്ട്, ഈ പറയുന്ന വോളണ്ടിയറിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിട്ട് ഫോണിൽ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ പ്രധാനപ്പെട്ട വോളണ്ടിയറിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒന്ന്, സോഷ്യൽ സ്റ്റിഗ്മയാണ് അബൌട്ട് വോളണ്ടിയറിംഗ്. കൂടുതൽ ആൾക്കാരോടും നാട്ടുകാർ, കാരണം എന്റെ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ വോളണ്ടിയേഴ്സും എഡ്യൂക്കേറ്റഡ് ആണ്, പഠിക്കുന്നുണ്ടല്ലേ, പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പഠിച്ചു കഴിഞ്ഞവരാണ്. പക്ഷെ നാട്ടുകാരുടെ ചോദ്യമാണ്, പണിയൊന്നും ഇല്ലാലെ, ഞാൻ വളണ്ടിയർ ആണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന ബ്ലഡ് ഗ്രൂപ്പിന്റെ ഈ പറഞ്ഞ ബ്ലഡ് ഡൊണേഷൻ ടീമിന്റെ വളണ്ടിയർ ആണെന്ന് പറയുമ്പോൾ അപ്പൊ പണിയൊന്നും ഇല്ലാലെ, ഞാൻ ഇന്ന പിന്നെ ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ സ്കൂളിൽ വളണ്ടിയർ ആയിട്ട് വർക്ക് ചെയ്യാണ്, പണിയൊന്നും ഇല്ലാലെ. ഈ പണിയില്ലാത്തവർക്കാണ് പറ്റിയ പണിയാണ് വോളണ്ടിയറിങ് എന്നുള്ള സോഷ്യൽ സ്റ്റിഗ്മ. അത് ശരിയാണ്, നമുക്ക് ചിലത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സൊസൈറ്റിനെ മുഴുവൻ നമുക്ക് മാറ്റാൻ പറ്റില്ല. പക്ഷെ അവരുടെ അത്തരത്തിലുള്ള സോഷ്യൽ സ്റ്റിഗ്മകളോട് നമ്മൾ മെന്റലി പ്രിപ്പയർഡ് ആവുക എന്നുള്ളത്, ഞാൻ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ പോലെ, ചിലത് നമ്മൾ ആൾട്ടർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. കാരണം നമ്മൾ അതിനെടുക്കുന്ന രീതിയിൽ, ഇന്റേണലൈസ് ചെയ്യുന്നതിൽ ചില ബ്ലോക്ക് നമ്മൾ വരുത്തേണ്ടി വരും. കാരണം നമ്മുടെ സൊസൈറ്റിയിൽ ചില ആൾക്കാർക്ക് ആ ഒരു ധാരണയുണ്ട്, എന്ത്, ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ ഹെൽപ്പ് ചെയ്യുന്നവര് പണിയില്ലാത്തവരാണെന്നുള്ള ഒരു സോഷ്യൽ സ്റ്റിഗ്മ. അതിനെ നമ്മൾ ഇന്റേണലൈസ് ചെയ്യുന്ന പരിപാടി, നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന പരിപാടി നിർത്തണം. രണ്ടാമത്തെ, എന്നെ അവസാനമായിട്ട് വിളിച്ചൊരു വോളണ്ടിയർ പറഞ്ഞൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ബിഹേവിയർ തെറാപ്പി, ബിഹേവിയർ തിയറി ഒക്കെ പഠിക്കുന്നതല്ലേ, ഒരു മനുഷ്യൻ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും തിരിച്ചു കിട്ടുന്ന പ്രതീക്ഷിക്കുന്നില്ലേ? അത് എത്ര വലിയ വളണ്ടിയർ ആണെങ്കിലും തിരിച്ച് പ്രതീക്ഷിക്കുന്നില്ലേ? ഞാൻ ചോദിച്ചു, തിരിച്ച് പ്രതീക്ഷിക്കാതെ അല്ലേ നമ്മൾ ചെയ്യുന്നതൊക്കെ? ശരിയാണ്, നമ്മൾ ഇന്റേണൽ ഉള്ളിലൊരു ആത്മസംതൃപ്തിക്ക് വേണ്ടിയിട്ടായിരിക്കും ചെയ്യുന്നത്. പക്ഷെ ഒരു ചിരി അല്ലെ നന്നായി എന്നുള്ള വർത്താനം, ഒരുപാട് കാലം ഇത് കേൾക്കാണ്ടിരിക്കും നമ്മുടെ ഉള്ളിലെ എനർജി തീർന്നു പോകില്ലേ? അപ്പൊ ഇടയ്ക്കൊരു തരത്തിലുള്ള ഒരു നല്ല വർത്താനം, ഒരു നല്ല ചിരി കിട്ടുമ്പോ അല്ലേ നമ്മള് ഒന്നുകൂടി ഈ മേഖലയിൽ ഒന്നുകൂടെ നിൽക്കണം തോന്നുക. ശരിയാണ്, അത് നമ്മൾ എത്ര വലിയ വളണ്ടിയർ ആണെങ്കിലും മനുഷ്യന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ബേസിക് പ്രിൻസിപ്പിൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോ ഉദാഹരണത്തിന് ഞാൻ ഒരാളോടുത്ത് ചിരിച്ചു, ഒരു തവണ ചിരിച്ചു, 2 തവണ ചിരിച്ചു, തിരിച്ച് എനിക്ക് ചിരി ഒരു കാലത്തും കിട്ടുന്നില്ലെങ്കിൽ എന്റെ ഈ ചിരി സ്റ്റോപ്പ് ആവുന്നില്ല. കാരണം ഒരു മനുഷ്യൻ ഒരു കാര്യം ചെയ്ത് അതിൽ നിന്നുള്ള കോൺസിക്വൻസിനെ ബേസ് ചെയ്താണ് അത് ചെയ്യണോ വേണ്ടോ തീരുമാനിക്കുന്നത്. അപ്പൊ നമ്മുടെ സമൂഹത്തിനകത്ത് തിരിച്ചു കിട്ടാതിരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള റിവാർഡ്, അല്ലെങ്കിൽ നമ്മൾ റിവാർഡ് എന്ന് പറയുന്നത് എന്തല്ല, പൈസയായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പദവിയായിട്ടോ ഒന്നുമല്ല, ഒരു തരത്തിലുള്ള ചിരിയായിട്ടോ നല്ല വർത്താനായിട്ടുള്ള റിവാർഡുകൾ ചിലപ്പോൾ നമ്മളെ ഒന്നുകൂടെ ആ മേഖലയിൽ പിടിച്ചു നിർത്താൻ ഹെൽപ്പ് ചെയ്യും. ഇത് വളണ്ടിയേഴ്സ് അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടായിട്ട്. ഇപ്പൊ കുറെ ആയിട്ട് വളണ്ടിയർ ആയിട്ട് വർക്ക് ചെയ്തു. ഇപ്പൊ ആദ്യമൊക്കെ ആൾക്കാർ ചിലപ്പോഴൊക്കെ നല്ല വർത്താനൊക്കെ പറയുമായിരുന്നു. ഇപ്പൊ അതെന്റെ ഡ്യൂട്ടി പോലെ ആയിട്ട് കണ്ടിട്ട് ആൾക്കാർ നല്ല വർത്താനം എന്ന് പറയാറില്ല. ഈ ഒരു ബുദ്ധിമുട്ട് ചിലപ്പോൾ ആൾക്കാർ അനുഭവിക്കാറുണ്ട്.
വളണ്ടിയറുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന പല ആൾക്കാരും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഇപ്പൊ എന്റെ ഓഡിയോ കേൾക്കുന്ന ആൾക്കാരോട് തന്നെയാണ്. നേരത്തെ സോഷ്യൽ സ്റ്റിഗ്മ പറഞ്ഞതുപോലെ തന്നെ പ്രത്യേകിച്ച് എനിക്കൊരു പണിയുമില്ല, എനിക്കൊന്നും ചെയ്യാനില്ല, അതുകൊണ്ട് ഞാൻ വളണ്ടിയർ ആവാം. വളണ്ടിയറിങ്ങിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആണ്. രണ്ട് തരത്തിലുള്ള മോട്ടിവേഷൻ ആണ്. പുറത്തുനിന്ന് കിട്ടുന്ന മോട്ടിവേഷനും ഉള്ളിൽ നിന്നുള്ള മോട്ടിവേഷനും. പുറത്തുനിന്നുള്ള മോട്ടിവേഷനെ പ്രതീക്ഷിക്കുക എന്ന് പറയുന്നത് വളണ്ടിയറിങ്ങിൽ നിങ്ങൾ നിൽക്കുന്നതിനെ തടസ്സപ്പെടുത്തും. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഉള്ള മോട്ടിവേഷൻ മാത്രമേ തൃപ്തിപ്പെടുത്താവൂ. നിങ്ങൾ ആലോചിക്കാവൂ, പുറത്തുനിന്ന് ഒന്നും തിരിച്ച് കിട്ടിയിട്ടില്ലെങ്കിലും ഞാനിത് വർക്ക് ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ ഇത് എന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് തുടങ്ങിയതാണ്, ഇത് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ലൈക്ക് എന്റെ ഉള്ളിൽ ഒരു സന്തോഷവും ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് തുടങ്ങിയിരിക്കുന്നത്. കാരണം ഞാൻ സമൂഹത്തിന് ഹെൽപ്പ് ചെയ്യുന്നതിലൂടെ, ഞാൻ ആ വേസ്റ്റുകൾ കൊണ്ടുപോയി കളയുന്നതിലൂടെ, ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികളെ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതിലൂടെ, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നതിലൂടെ ഞാൻ എൻ്റെ ഒരു ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു പീസാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ മറ്റുള്ള എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ അല്ല എന്നുള്ള സാധനം നമ്മൾ അറിയേണ്ടതുണ്ട്. പ്രധാനമായിട്ടും 3 തരത്തിലുള്ള മോട്ടിവേഷൻ. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ സോഷ്യൽ മോട്ടീവ് അല്ലെങ്കിൽ അഫിലിയേഷൻ മോട്ടീവ് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതായത് ആൾക്കാർ അംഗീകാരം ആഗ്രഹിക്കുന്ന ആളാണ്. ചില ആൾക്കാർ അതായിരിക്കൂല, ചില ആൾക്കാർ പവർ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും. പ്രധാനമായിട്ടും 3 മോട്ടീവാണുള്ളത്. ഒന്ന് അഫിലിയേഷൻ മോട്ടീവ്, ആൾക്കാർ അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവര്. രണ്ടാമത്തത് പവർ മോട്ടീവ്, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അധികാരം കിട്ടും, അല്ലെ പവർ കിട്ടും, എന്റെ താഴെ കുറച്ച് ആൾക്കാർ നിൽക്കും. ചില ആൾക്കാർ അച്ചീവ്മെന്റ് മോട്ടീവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നേട്ടമായിട്ട് ഇത് നേടി, ഇനി അടുത്ത നേടണം, അത് കഴിഞ്ഞിട്ട് അടുത്ത്. ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. പക്ഷെ വളണ്ടിയറിങ്ങിനകത്തേക്ക് വരുമ്പോൾ ഇത് 3 കിട്ടിയില്ലെങ്കിലും എനിക്ക് ഇതിനകത്ത് നിൽക്കാൻ പറ്റണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ നമ്മൾ വരണം. ഇല്ലെങ്കിൽ നമ്മുടെ എക്സ്പെക്ടേഷൻ, നമ്മുടെ പ്രതീക്ഷകൾ ചിലപ്പോൾ നമ്മുടെ പ്രയാസത്തിലാക്കും. ഇനി വളണ്ടിയറിംഗുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ അനുഭവിക്കുന്ന മറ്റൊരു പ്രശ്നം പറഞ്ഞിട്ടുള്ളത്, അവരൊക്കെ ഇപ്പൊ എന്നെ വിളിച്ചിട്ടുള്ള ആൾക്കാരിൽ ചില ആൾക്കാരൊക്കെ ഫാമിലി ഉള്ളവരാണ്, പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. കാരണം ഒരാൾ വിളിച്ചിട്ട് ഇന്ന ജോലി ഏൽപ്പിക്കുന്നു, പക്ഷെ എനിക്ക് എന്റെ വീട്ടിലെ അല്ല എന്റെ കരിയറുമായിട്ട് ബന്ധപ്പെട്ടില്ല, എന്റെ പഠനമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഇന്നൊരു വർക്ക് ഇന്ന് തീർക്കാറുണ്ട്, പക്ഷെ ഇവരിന്ന് വിളിക്കുന്നു. എനിക്ക് ഏതാണ് ഇമ്പോർട്ടന്റ് എന്നുള്ളത് പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അവിടെ ചിലപ്പോൾ നമ്മൾ ചിലതിനോട് നമ്മൾ നോ പറയേണ്ടി വരും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് എന്തിനാണ്, ലോങ് ടേമിൽ നന്നാവാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു നിങ്ങൾ ഇഷ്ടമല്ലാതെ ഒരു കാര്യം ചെയ്തതിന്റെ പേരിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ വളണ്ടിയറിംഗ് മേഖലയോട് നിങ്ങൾക്ക് വെറുപ്പ് തോന്നാതിരിക്കാൻ, അല്ലെങ്കിൽ ഇഷ്ടക്കേട് തോന്നാതിരിക്കാൻ അത് ഉപകാരപ്പെടും. കാരണം കൃത്യമായിട്ട് പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോ എനിക്ക് ഇതാണ് പ്രധാനം, ഇതിനോട് ഞാൻ നോ പറയണം. അത് വേറൊരാൾ ഡെലിഗേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റണം. നമ്മൾ അസേർട്ടീവ്നെസ് എന്ന് പറയും. ചിലത് എനിക്കിപ്പൊ പറ്റില്ലെങ്കിൽ, അത് ഞാൻ സാധാരണ ചെയ്യാറുണ്ടല്ലോ, ഇപ്പൊ എനിക്ക് ഇന്നത് പറ്റില്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റണം. ഇല്ലെങ്കിൽ അത് നിങ്ങൾ ചെയ്യുമ്പോൾ, നിങ്ങൾ വളണ്ടിയർ ആയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിൽ പോലും ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യും. നിങ്ങൾക്ക് അത് കമ്മിറ്റഡ് ആയിട്ട് ചെയ്യാൻ ചിലപ്പോൾ പറ്റുന്നില്ല. നിങ്ങൾക്ക് അത് ചെയ്യുമ്പോൾ പോലും നിങ്ങൾക്ക് ചെയ്യാനുള്ള വേറെ കൂടുതൽ ഉത്തരവാദിത്വമുള്ള നിങ്ങളുടെ ഒരു കാര്യത്തിന് അത് നിങ്ങളുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കും, അത് നിങ്ങൾ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും, നിങ്ങൾ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. അത് നിങ്ങൾ വളണ്ടിയറിങ്ങിനോടൊരു നെഗറ്റീവ് ഒരു വികാരം ഉണ്ടാക്കും. ഇത് കാരണമാണല്ലോ എനിക്ക് എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യാൻ പറ്റാതെ പോയത്. ഇപ്പൊ എന്ത് ചെയ്യാം, ചില സ്ഥലത്ത് നമ്മൾ നോ പറയുകയും ചില സ്ഥലത്ത് ഡെലിഗേറ്റ് ചെയ്യും, വേറൊരാളെ ഏൽപ്പിക്കുകയും ചെയ്യേണ്ടി വരും. അത് പറയാൻ പറ്റാതെ പോകുന്ന പലപ്പോഴും വളണ്ടിയറിങ്ങിനകത്ത് ബുദ്ധിമുട്ടാവാറുണ്ട്. ചിലപ്പോഴൊക്കെ വരുന്നതാണ് വളണ്ടിയറിങ്ങിനകത്ത് വരുമ്പോൾ നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്യുന്നതാണ്. അപ്പൊ വളണ്ടിയർസിനകത്ത് ചിലപ്പോൾ ഹൈറാർക്കി ഉണ്ടാവും. നമ്മളെ ഏൽപ്പിക്കുന്ന ഒരു ലീഡർ നീ ഇത് ചെയ്യണം, നീ അവിടെ പോയി ചെയ്യണം കേട്ടോ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെടുക്കുന്ന ഒരു രീതി, പല ആൾക്കാരും പറഞ്ഞു അവരത് എങ്ങനെ അധികാരത്തോടെ പറയും, ഞാനിത് എന്റെ ഇഷ്ടത്തിന് വന്നതല്ലേ, എനിക്ക് ശമ്പളം കിട്ടിയിട്ടൊന്നല്ലല്ലോ ഞാൻ പണിയെടുക്കുന്നത്. അവര് പറയുന്ന രീതി പലപ്പോഴും ഹേർട്ട് ആവുന്നുണ്ട് എന്നുള്ളൊരു പ്രശ്നം, അല്ലെ എന്നെ നിർബന്ധിച്ച് ചെയ്യിക്കുന്ന പോലെ. ഒബ്വിയസ്ലി വളണ്ടിയറിംഗ് എന്ന് പറയുന്നത് നിർബന്ധിച്ച് ചെയ്യേണ്ടതല്ല. അപ്പൊ ഓരോരുത്തർക്കും വളണ്ടിയറിംഗ് ചെയ്യാൻ ഇഷ്ടമുള്ള മേഖല ഉണ്ടാവും, ഇഷ്ടമല്ലാത്ത മേഖല ഉണ്ടാവും. ആ ഇഷ്ടമുള്ള മേഖല, അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം വളണ്ടിയറിംഗ് മേഖലയിൽ വർക്ക് ചെയ്യാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മേഖല ഡിസബിലിറ്റി മേഖലയാണ്. കാരണം എനിക്ക് വയ്യാത്തൊരു അനിയനുണ്ട്.
വേറൊരു മേഖല എനിക്ക് ഇഷ്ടപ്പെടാൻ തക്ക ഒരു പേഴ്സണൽ ഇൻസിഡന്റ് ലൈഫിൽ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. പക്ഷെ അത് ചെയ്യണമെന്ന് നിർബന്ധിക്കുമ്പോൾ അതിനകത്തൊരു ഫോഴ്സ് വരുന്നുണ്ട്. അപ്പൊ പലപ്പോഴും ഈ ലീഡേഴ്സ് കൃത്യമായിട്ട് നമ്മൾ ആരാണ് വളണ്ടിയർ, ആ വളണ്ടിയറിന്റെ ഇഷ്ടം അനുസരിച്ച് ഡെലിഗേറ്റ് ചെയ്യാതെ വരുമ്പോഴും ഈ ബുദ്ധിമുട്ട് വളണ്ടിയേഴ്സിന് ഫീൽ ചെയ്യാറുണ്ട്. അത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതാണ്. എന്റെ ഇഷ്ടമുള്ള വളണ്ടിയറിംഗ് മേഖലകൾ ഇതൊക്കെയാണ്, എനിക്ക് ഈ മേഖലയിൽ കുറച്ചുകൂടെ ആത്മാർത്ഥമായിട്ട് സിൻസിയർ ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഫോഴ്സ് ചെയ്തിട്ട് ഇന്നത് ചെയ്യാൻ പറയുമ്പോൾ ചിലപ്പോൾ എനിക്കത് എന്റെ വളണ്ടിയറിംഗിന് എനിക്ക് ചിലപ്പോൾ അത് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും. അപ്പൊ ഇത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റേണ്ടതുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ്. സമയം ആയിട്ടുണ്ട്. അപ്പൊ ഒന്നാമത് ഞാൻ പറഞ്ഞത് മാനസികാരോഗ്യം കുറഞ്ഞവരുണ്ടെങ്കിൽ അത് മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ ശ്രമിക്കേണ്ടതുണ്ട്. കാരണം നിങ്ങളുടെ ഉള്ളിലുള്ള എനർജി, നിങ്ങളുടെ ഉള്ളിലുള്ള ആരോഗ്യം, നിങ്ങളുടെ ഉള്ളിലുള്ള സന്തോഷം അത് സ്വാഭാവികമായിട്ട് നിങ്ങളുടെ വളണ്ടിയറിങ്ങിനകത്ത് എഫക്റ്റ് ചെയ്യും. നമ്മൾ ഓക്കെ ആവേണ്ടത് ആവശ്യമാണ്. ഇനി സ്വാഭാവികമായിട്ടും നമ്മളെ അടുത്ത് വരുന്ന ഡിപ്രഷൻ പേഷ്യൻസ് ആയിക്കോട്ടെ, ഡിപ്രഷൻ ഉള്ളവരായിക്കോട്ടെ, ഇനി ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഉള്ളവരായിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരായിക്കോട്ടെ, അവർക്കൊക്കെ തന്നെ നമ്മൾ വളണ്ടിയറിങ്, അവർക്ക് ഇഷ്ടമുള്ള മേഖലയിലുള്ള വളണ്ടിയറിങ് നമ്മൾ അസൈൻ ചെയ്യാറുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വളണ്ടിയറിങ്ങിനകത്ത് അത്രയും നല്ലൊരു ഇമ്പാക്ട് ഉണ്ടെന്നുള്ള ഒരു മാനസിക രോഗത്തിൽ നിന്ന് മനുഷ്യനെ പുറകിലേക്ക് കൊണ്ടുവരാൻ, മനുഷ്യനെ ബാക്ക് ടു ലൈഫിലേക്ക് കൊണ്ടുവരാൻ വളണ്ടിയറിങ്ങിന് ഇമ്പാക്ട് ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് പലപ്പോഴും സൈക്കോളജിസ്റ്റുകൾ പോലും വരുന്ന പേഷ്യൻസിൽ വളണ്ടിയറിങ് ഒരു ആക്ടിവിറ്റി ആയിട്ട് കൊടുക്കുന്നത്. കാരണം ഡിപ്രഷൻ പേഷ്യൻസിലേക്കൊക്കെ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നും ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല, എന്നെ ഒന്നിനും കൊള്ളില്ല, ഞാൻ ഭാവി ഒന്നും നന്നാവില്ല, എനിക്ക് ആരുമില്ല എന്നുള്ള തോന്നലും, എപ്പോഴും ഒരു ക്ഷീണവും സൂയിസൈഡൽ തോട്ടൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഇതിന് ഏറ്റവും നല്ലൊരു മെത്തേഡാണ് വളണ്ടിയറിങ്. അവരെപ്പോഴും എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അവർക്ക് ഞാൻ ഒന്നിനും കൊള്ളില്ല എന്ന് പറയുന്ന തോന്നല് മാറ്റം ഉണ്ടാവും. കാരണം ഞാൻ എന്തിനൊക്കെയോ കൊള്ളാം, ഐ എം വേർത്ത്ഫുൾ എന്നുള്ള തോന്നല് വളണ്ടിയേഴ്സിന് കൂടുതലാണ്. അവർക്ക് ഡിപ്രഷൻ ബാധിക്കാനുള്ള സാധ്യത കുറയും. എനിക്ക് ആരുമില്ല എന്നുള്ള തോന്നല് വളണ്ടിയറിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് കുറച്ചധികം പേര് എനിക്കുണ്ട് എന്നുള്ള തോന്നൽ അവർക്ക് ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ടും വിഷാദം പിടിപെടുന്നതിൽ നിന്നൊക്കെ വളണ്ടിയറിങ് നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡായിട്ട് തന്നെ നിങ്ങൾക്ക് അതിനെ മനസ്സിലാക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഓക്കെ ആയിട്ടിരിക്കേണ്ടതുണ്ട്. നമ്മൾ ഇഷ്ടമല്ലാതെ ചെയ്യരുത്. നമ്മൾ ആദ്യം നമ്മൾ ഇന്നർ പീസ് എപ്പോഴും കാത്തു സൂക്ഷിക്കണം. നമ്മൾ ഉള്ളിൽ ഓക്കെ ആണോ നോക്കണം. ഓക്കെ ആവേണ്ടതിന്റെ ആവശ്യം എന്താ വെച്ചാൽ അത് ബാക്കിയുള്ളവരിലേക്ക് ആ ഒരു ഇമ്പാക്ട് ഉണ്ടാവും എന്നുള്ളതാണ്. ഇപ്പൊ സൈഫുന്നിസ, ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ഞാൻ നിർത്തിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ വേറെ എന്തെങ്കിലും സംശയ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒരു 5 മിനിറ്റ്സ് കൊടുക്കട്ടെ വോളണ്ടിയേഴ്സിന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാൻ. ഉറപ്പായിട്ടും. ഓക്കെ, വോളണ്ടിയേഴ്സിന് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ്സ് ഉണ്ട് നമുക്ക്. അത് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ പിന്നെ ചാറ്റ് ബോക്സിൽ ഇട്ടാലും കുഴപ്പമില്ല തോന്നുന്നു അല്ലേ? ഓക്കെ, കുഴപ്പമില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഫ്രീ ടു ടോക്ക് ആണ്. എല്ലാവർക്കും എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കാൻ ഞാൻ. ഇല്ലെങ്കിൽ മനസ്സിലായില്ലാത്തതുകൊണ്ടാണ് ഈ സംശയം ചോദിക്കാത്തതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എല്ലാവർക്കും ഒരിക്കലും. ഓക്കെ, ഐ തിങ്ക് സാറ് പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും വളരെ ക്ലിയർ ആയിട്ടുണ്ട് സെഷന്. അപ്പം നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നല്ലേ? ഹലോ സാർ, സെഷൻ അടിപൊളിയാണ്. കൊറേയൊക്കെ ഞാൻ നോട്ട് ഡൗൺ ചെയ്തിന്. ഭയങ്കര സ്ട്രക്ചേർഡ് ആയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ പറഞ്ഞില്ല നമ്മള് മെന്റലി ഹെൽത്ത് ആണോന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് ലക്ഷണങ്ങളൊക്കെ. അപ്പം അത് ഞാൻ ജസ്റ്റ് നോട്ട് ചെയ്തപ്പോ ലാസ്റ്റിക്കൊക്കെ ഇതിലൊക്കെ ഏതെങ്കിലും ഒന്നുമില്ലാത്ത ആൾക്കാർ ഉണ്ടാവില്ലല്ലോ. ചിലപ്പോഴെങ്കിലും നമ്മൾ ഹെൽപ്ലെസ്നെസ് ആയിട്ട് ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അങ്ങനെ പെട്ടെന്ന് വേരി ചെയ്യുമല്ലോ. ചിലപ്പോ ഉറങ്ങി എണീച്ചാൽ രാവിലേക്ക് നമുക്ക് മറന്നുണ്ടോ എന്നാലും. അപ്പൊ ഇത്രയും കാരണങ്ങൾ പറഞ്ഞാൽ എങ്ങനെയാലും ഈ ലിസ്റ്റിൽ എവിടെയെങ്കിലും പെടാതെ പോണില്ല എന്നുള്ള പ്രശ്നം ഉണ്ടാവും. എനിക്ക് ഈ ഒരു ഫീഡ്ബാക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം ഞാൻ പറഞ്ഞതിന് ചിലപ്പോൾ ഒരു മിസ്ലീഡിങ് ആയിട്ടുള്ള ഒരു മിസ്ഇന്റർപ്രിട്ടേഷൻ വരാൻ സാധ്യതയില്ല. എനിക്കിപ്പോ തിരുത്താനുള്ള ഒരു ചാൻസ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ശരിയാണ്. നമ്മുടെ ലൈഫില് ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഏതെങ്കിലുമൊക്കെ ഉണ്ടാവും. പക്ഷെ ഇത് നമ്മളെ ഒരു ആയിട്ട് നമുക്ക് പെട്ടെന്നായിട്ട് ഒരു ഓട്ടോമാറ്റിക് തോട്ട് വരും, ഒരു നെഗറ്റീവ് തോട്ട് വന്നേക്കാം, നമ്മൾ ഹേർട്ട് ആവാം. പക്ഷെ ആ ഹേർട്ട് ആയത് എത്ര സമയം നീണ്ടു പോകുന്നുള്ളതിനനുസരിച്ചാണ് അത് നോർമൽ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. ആ ചീത്ത കേട്ടത് കൊണ്ട് എന്റെ 2 ദിവസത്തെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ജോലിക്ക് പോവാൻ പറ്റുന്നില്ല, എനിക്ക് ആരോടും ഡിസ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ടോ, അതെനിക്ക് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ, അതെനിക്ക് പെട്ടെന്ന് തന്നെ ഓവർകം ചെയ്ത് തിരിച്ചു വരാൻ പറ്റുന്നില്ലേ, അതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിലാണ് ഞാൻ ഇപ്പൊ പറഞ്ഞതായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം, ഈ പറയുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, അതിന് എത്ര പെട്ടെന്ന് തന്നെ നമ്മൾ തിരിച്ചു വരാൻ പറ്റുന്നു, അല്ലെ എനിക്ക് ഇതിനെ മാനേജ്, അല്ലെ ഇതെന്നെ എത്രത്തോളം എന്നെ കൺട്രോൾ ചെയ്ത് കളയുന്നതിനെ ബേസ് ചെയ്താണ് ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങൾ ചിന്തിക്കേണ്ടത്. ഓക്കെ, അത് ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നത്. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടോ? ആരിഫ് സുബൈറൊക്കെ പാർട്ടിസിപ്പൻസിൽ കാണുന്നുണ്ട്. നമുക്ക് കുറച്ച് സൈക്കോളജി സോഷ്യൽ വർക്ക് ഫീൽഡിലുള്ള ആൾക്കാരുണ്ട് കമ്മ്യൂണിറ്റി വോളണ്ടിയേഴ്സ് ആയിട്ട്. ബാക്കി ഈ ഒരു മെന്റൽ ഹെൽത്ത് ഫീൽഡിനെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന വോളണ്ടിയേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു പോയിന്റ് കൂടെ പറഞ്ഞോട്ടെ സൈഫുന്നിസ. ഷുവർ സർ. ശരി, ഞാൻ നേരത്തെ പറഞ്ഞു മാനസിക രോഗം അല്ല മാനസിക പ്രശ്നം അനുഭവിക്കുന്നവരുടെ കണക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാനിത് ഒരു പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല കേട്ടോ. നമ്മള് മാനസിക രോഗങ്ങൾ അല്ല മാനസിക പ്രയാസങ്ങൾ വരിക എന്ന് പറയുന്നത് വരാൻ പാടില്ല എന്നുള്ള ഒരു മീനിങ് ഒന്നും പറഞ്ഞതിൽ എടുക്കല്ലേ. കാരണം ഒരു മനുഷ്യൻ ജനിച്ച് മരിക്കുന്നതിനിടയ്ക്ക് ശാരീരിക അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്, ഇല്ലേ? നമ്മൾ ഇത്രയും കാലത്തിനിടയ്ക്ക് നമുക്ക് പനി വന്നിട്ടുണ്ടാവില്ലേ, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള മുറിവുകൾ പറ്റിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരായിരിക്കും നമ്മൾ. സ്വാഭാവികമായിട്ട് നമ്മുടെ ശാരീരിക അസുഖങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യും. നമ്മളതൊരു ഡോക്ടേഴ്സിനെ കാണും. നമ്മൾ എന്തെങ്കിലും വിചാരിക്കും, അയ്യോ എനിക്ക് ആ ശാരീരിക അസുഖം വന്നു പോയല്ലോ, എന്തൊരു ജീവിതമാണ് എന്റെ. അല്ല, നമ്മളത് പെട്ടെന്ന് തന്നെ ട്രീറ്റ് ചെയ്ത് മാറ്റിയിട്ടല്ലേ നമ്മൾ ബാക്ക് ടു ലൈഫ് തിരിച്ച് നമ്മൾ കളികളിലേക്ക്, നമ്മുടെ പഠിപ്പിലേക്ക്, നമ്മുടെ ജോലികളിലേക്ക് തിരിച്ചു പോകും. അത് ട്രീറ്റ് ചെയ്യാന്നുള്ളതാണ്. ഇതുപോലെ തന്നെയാണ് മാനസിക രോഗങ്ങളും മാനസിക പ്രശ്നങ്ങളും. ഇത് വരാം ജീവിതത്തിൽ. ചിലപ്പോൾ നമ്മുടെ ജെനറ്റിക് ആയിട്ട്, നമ്മുടെ പാരമ്പര്യമായിട്ട് ഒരു ഘടകം അതിനുള്ളിൽ ഉള്ളത് കൊണ്ട് ആ ജീൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. ലൈഫിൽ ഒരു സ്ട്രെസ് വരുമ്പോൾ ചിലപ്പോൾ അത് പുറത്തേക്ക് വരാം. അത് ആങ്സൈറ്റി ആയിട്ടോ ഡിപ്രഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് സൊമാറ്റിക് പ്രോബ്ലംസ് ആയിട്ടോ ഒക്കെ തന്നെ ചിലപ്പോൾ പുറത്തേക്ക് വരാം. മാനസിക പ്രശ്നങ്ങൾ വരാം. പക്ഷെ ഈ മാനസിക പ്രശ്നങ്ങൾ പുറത്തറിയരുത്, അല്ലെങ്കിൽ ഇത് ഞാൻ സ്വയം ചികിത്സിച്ചാൽ മതി, അങ്ങനെ നമ്മൾ മാനസിക ബുദ്ധിമുട്ട് ഏതെങ്കിലുമൊക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇത് കൈകാര്യം ചെയ്യാതെ ഇതിങ്ങനെ ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് മറ്റ് മാനസിക രോഗങ്ങളിലേക്ക്, ചില മാനസിക പ്രശ്നങ്ങളിലേക്ക് നയിക്കും. ഇത് കൂടുതൽ വഷളാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? സൈക്കാട്രിസ്റ്റുകളെ പോലത്തെ അല്ല, സാധാ ശാരീരിക രോഗങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത് പോലെ തന്നെ മാനസിക രോഗങ്ങളും ഓൾമോസ്റ്റ് എല്ലാ നമ്മുടെ WHO പുറത്തിറക്കിയിട്ടുള്ള പിന്നെ ഗൈഡ് ലൈൻസിൽ പറയുകയാണെങ്കിലും, അല്ലെങ്കിൽ APA പുറത്തിറക്കിയിട്ടുള്ള പുസ്തകത്തിൽ, DSM-ലാണെങ്കിലും ICD-യിലാണെങ്കിലും പറയുന്ന എല്ലാ തരത്തിലുള്ള മാനസിക രോഗങ്ങളും ഇന്ന് ചികിത്സിക്കാനുള്ള പ്രോട്ടോകോൾ ഉണ്ട്. അത് ലോകത്ത് മാനസിക പ്രശ്നങ്ങൾ ചികിത്സിക്കാനുള്ള പ്രോട്ടോകോൾ ഒന്നും ഇല്ലാന്നല്ല. അപ്പൊ എല്ലാം ആ ഒരു രീതിക്ക് നമ്മൾ കാണാം. വരാം, മരിക്കുന്നതിനിടയ്ക്ക് ഒരു തരത്തിലുള്ള മാനസിക രോഗങ്ങളൊക്കെ എന്തായാലും ഏതൊരാൾക്കും വരാം. എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു, നമുക്ക് വരാം. ഇത് കൃത്യമായി കൈകാര്യം ചെയ്യുകയും അത് കൈകാര്യം ചെയ്യാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ളവരെ പോയി കാണുന്നതിൽ തെറ്റ് വിചാരിക്കരുത്. പ്രത്യേകിച്ച് വളണ്ടിയേഴ്സ് ആണ്. നിങ്ങളാണ് സമൂഹത്തിനൊരു പിന്നെ മാതൃക പറഞ്ഞു കൊടുക്കുന്നത്. അവരോട് പറഞ്ഞു കൊടുക്കണം. ഇത് ക്വാളിഫൈഡ് ആയിട്ട് പഠിച്ച സൈക്കോളജിസ്റ്റുകളുണ്ട്, സൈക്കാട്രിസ്റ്റുകളുണ്ട്, സൈക്കാട്രിക് സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട്. ഇവരെ പോയി കണ്ട ഇവർ ഇത് മാത്രം പഠിച്ചിട്ടാണ് വന്നത്. 7-8 വർഷം ഇത് പഠിച്ചിട്ടാണ് ഇവർ വന്നേക്കുന്നത്. ഇവർ അതിനുള്ള പിന്നെ തെറാപ്പികൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ അതിന് എളുപ്പം നിങ്ങൾക്ക് ഒന്ന് റിക്കവർ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇത് ആൾക്കാരെന്ത് വിചാരിക്കുന്നു വിചാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതുകൊണ്ട് നഷ്ടം നിങ്ങൾക്കാണ്. അത് വഷളായിക്കൊണ്ടേയിരിക്കും. എനിക്കറിയുന്നവരുണ്ട്. ആങ്സൈറ്റി ഒഴിവാക്കാൻ, ആങ്സൈറ്റിയാണ് പ്രശ്നം. ആങ്സൈറ്റി കുറെ കാലം ഡീൽ ചെയ്യാതെ വെച്ച് ആങ്സൈറ്റി ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മദ്യപാനം തുടങ്ങി. ഇപ്പം ആങ്സൈറ്റി ഉണ്ട്, അഡിക്ഷനും ഉണ്ട്. അപ്പൊ ആ പ്രശ്നം ഡീൽ ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ അഡിക്ഷൻ ഉണ്ടാകും. അഡിക്ഷൻ കാരണം ഇപ്പൊ കുടുംബ പ്രശ്നമുണ്ട്. ആ തുടക്കത്തിൽ ആ പ്രശ്നം ഡീൽ ചെയ്തിരുന്നെങ്കിൽ ഇത്രയും വഷളാവില്ലായിരുന്നു. ആ ഒരു അർത്ഥത്തിൽ മാനസിക പ്രശ്നങ്ങൾ വരാം. അത് വരുമ്പോ അതിനനുസരിച്ച് കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് ഇതിനോട് സൂചിപ്പിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു സർ. നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നില്ല, നമ്മൾ ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ട്. മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിനകത്ത് പിന്നെ ആ ഒരു
റിസർച്ച് പേപ്പറിനെ കുറിച്ച് അതിന്റെ പിന്നെ പേര് പറഞ്ഞാൽ മതിയോ? ആ ഒരു ജേണലിന്റെ? അങ്ങനെയാണെങ്കിൽ ജേണൽ ഓഫ് ഹാപ്പിനെസ് സ്റ്റഡീസ് എന്നാണ് ജേണലിന്റെ പേര്. നിങ്ങൾക്ക് അതിനകത്ത് പിന്നെ വളണ്ടിയറിങ് ഹാബിറ്റും മെന്റൽ ഹെൽത്തും റിലേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റഡിയാണ്. ആ സ്റ്റഡിയുടെ ടൈറ്റിൽ വേണമെങ്കിൽ ഞാൻ ഇപ്പൊ ഒന്ന് പറഞ്ഞു തരാം. നിങ്ങൾ എന്നെ ഒന്ന് സെർച്ച് ചെയ്താൽ മതിയായിരിക്കും തോന്നുന്നു. ഓക്കെ, പീപ്പിൾ ബിക്കം ഹാപ്പിയർ ഓവർ ടൈം ആഫ്റ്റർ ദേ ആർ സ്റ്റാർട്ട് വോളണ്ടിയറിങ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾസ്, ഒരുപാട് ആർട്ടിക്കിൾസ് നിങ്ങൾക്ക് കാണാം. ഈ സ്റ്റഡിയുടെ ബേസിലുള്ള നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി അതിന്റെ ഡീറ്റെയിൽസ്. നമുക്ക് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാൻ കൂടി യൂസ്ഫുൾ ആവും തോന്നുന്നു. ശരി, ഓക്കെ. സോ നമ്മൾക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നു അല്ലേ? ഓക്കെ, താങ്ക് യു സോ മച്ച് സർ. നമ്മൾ മെന്റൽ ഹെൽത്ത് ഓഫ് വോളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായത് അവര് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ സർ ബോത്ത് സൈഡ് കവർ ചെയ്യുന്ന രീതിയിലായിരുന്നു സാറിന്റെ സെഷൻ ഉണ്ടായത്. അതുകൊണ്ടുണ്ടാകുന്ന ബെനിഫിറ്റ്സ് വോളണ്ടിയേഴ്സിന് ഫസ്റ്റ് ആ ഒരു പോസിറ്റീവ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് 1 by 1 ആയിട്ട് ആ ഒരു ലാസ്റ്റ് ഒരു നെഗറ്റീവ് പാർട്സ് എന്തൊക്കെയാണ് അതെങ്ങനെ ഓവർകം ചെയ്യാന്നുള്ള രീതിയിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. സോ TGFന്റെ ലിസണിംഗ് കമ്മ്യൂണിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഞാൻ സാറിനോട് ഒത്തിരി നന്ദി രേഖപ്പെടുത്തുകയാണ്. സാറിന്റെ ഈ ഒരു തിരക്കുകളുടെ ഒക്കെ ഇടയിൽ വെച്ച് നമുക്ക് നമ്മുടെ വോളണ്ടിയേഴ്സിന് വേണ്ടിയിട്ട് ഇങ്ങനെ വളരെ പ്രൊഡക്റ്റീവ് ആയ ഒരു സെഷൻ തന്നതിന്. താങ്ക് യു. ശരി, അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇത്ര നേരം കേട്ടിരുന്നതിൽ നല്ല രീതിക്ക് വളണ്ടിയർ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതിലൂടെ തന്നെ സൊസൈറ്റിക്കും എല്ലാവർക്കും ബെനിഫിറ്റ് ഉണ്ടാവട്ടെ. അതിലൂടെ നിങ്ങളുടെ ലൈഫും എൻറിച്ച് ആവട്ടെ. നിങ്ങൾ കുറെ കൂടെ ഹെൽത്തിയർ ആൻഡ് ഹാപ്പിയർ ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു എവരിവൺ. താങ്ക് യു സർ. ലീവ് ചെയ്തോട്ടെ സിഫിലിസ? ഓക്കെ ഓക്കെ ഓക്കെ. ശരി, താങ്ക് യു ഓൾ. നല്ലൊരു പാർട്ടിസിപ്പൻസ്, നല്ലൊരു ഓഡിയൻസ് ആയിരുന്നു നമുക്ക് ഉണ്ടായത്. അപ്പൊ എല്ലാ ഗുൽമോഹർ മോട്ടുകൾക്കും സാറിനും ഒരു നല്ല ദിനം ആശംസിക്കുകയാണ്.